മുഖം കാണാൻ പറ്റുന്നില്ല, മറച്ചു വെച്ചിരിക്കണം. അങ്ങനെ സഭാമധ്യത്തിൽ സീത പതുക്കെ 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 വരികയാണ്. വന്നിട്ട് തന്റെ മൂടുപടം ഒന്ന് മാറ്റി രാമനെ നോക്കിയിട്ട് വിളിക്കുകയാണ് ആര്യപുത്ര എന്ന്. ഈ 1 വർഷം രാവണന്റെ വീട്ടിൽ താമസിച്ച് എന്താ പറയാ, ഇന്നത്തെ കാലത്തെ ആളുകളാണെങ്കിൽ എന്താ വിളിക്കുക ഭർത്താവിനെ? എടാ പോടാ, ചേട്ടാ, ചേച്ചി എന്നൊക്കെയല്ലേ വിളിക്കുന്നത് അല്ലേ? ഞാൻ ഒരുപാട് പേര് ഇപ്പൊ ഭർത്താക്കന്മാർ എടാ പോടാന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും 1 വർഷം രാവണന്റെ കൂടെ താമസിച്ചിരുന്ന ആ ദേവി വിളിക്കുന്നത് ആര്യപുത്ര, ആര്യപുത്ര, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ പുത്രനായിരിക്കുന്ന അല്ലയോ രാമ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തന്റെ പ്രിയ ഭർത്താവിന്റെ സുന്ദരവും സൗമ്യമായിട്ടുള്ള ആ മുഖം കാണുന്നതിന് എന്താ ആ ഒരു തന്റെ തളർച്ചയും ക്ഷീണവും എല്ലാം മറന്ന് സീത എന്ത് ചെയ്തു? രാമനെ നോക്കി. രണ്ടുപേരും പരസ്പരം ആ വിരഹത്തിന് ശേഷമുള്ള സംയോഗം, അത് വളരെ സന്തോഷമാണ്. അത് എത്ര മധുരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു വല്ലാത്ത ഒരു, നമ്മൾ പിരിഞ്ഞു പോയവര് തിരിച്ചു ചേരുമ്പോൾ അത് വലിയൊരു സന്തോഷത്തിന് ഇടയാക്കും. കാരണം പിരിഞ്ഞിരിക്കുമ്പോഴാണ് പിരിഞ്ഞതിന്റെ വില നമ്മൾ അറിയുന്നത്. നമ്മുടെ കയ്യിലുണ്ടായി, നമ്മൾ പറയും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല, കണ്ണില്ലാത്തപ്പോഴാണ് നമ്മൾ കണ്ണിന്റെ വില അറിയുന്നത്. അതുപോലെ നമുക്ക് കരഗതമായിട്ടിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ളത്, ഒരു വിദ്യക്കാകട്ടെ നമ്മുടെ കൂടെ ജീവിക്കുന്നത് നമുക്ക് അത്ര ഒരു വില തോന്നില്ല. ഓ, ഇവരെപ്പോഴും എൻ്റെ കൂടെ കിടക്കല്ലേ, അങ്ങനെയല്ല. അവരൊന്ന് വിട്ടു നിന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് ഭാര്യ, ഭർത്താവ്, മക്കള്, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ കഴിഞ്ഞിരിക്കുന്നവർ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഏതിലും വരാം. ഇത് ആ ഒരു എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് പിരിയുമ്പോൾ നമുക്ക് വിരഹം തന്നെയാണ്, അത് ദുഃഖം തരും. തിരിച്ച് സംയോഗം വരുമ്പോൾ വല്ലാത്ത സന്തോഷം വരും. ഇവിടെയാണെങ്കിലോ പ്രകൃതി പുരുഷ സംയോഗമാണ്. രാമനും സീതയും വളരെ ആനന്ദത്തോടെ ഒരു യോഗാവസ്ഥയെ പ്രാപിക്കാനായിട്ട് ഒരു വെമ്പൽ പൂണ്ട് ആണ് ഇരിക്കുന്ന സീത സന്തോഷത്തോടുകൂടി ആര്യപുത്ര എന്ന് വിളിച്ചപ്പോ എന്താണ് രാമന്റെ ഒരു സ്ഥിതി? രാമൻ പരുഷ വാക്കുകൾ പറയുകയാണ്. അത് ആധ്യാത്മ രാമായണത്തിൽ സീത വരുന്നു, രാമൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, ആധ്യാത്മ രാമായണം പറയുന്നു. പക്ഷേ ലോകരെ കാണിക്കാൻ വേണ്ടി സീതാദേവി തന്നെയാണ് അഗ്നിപ്രവേശം നടത്തിയെന്നും അത് ശുദ്ധയാണെന്ന് കാണിച്ച് രാമന്റെ കൂടെ പോകുന്നു. വളരെ വളരെ കുറച്ച് സെന്റൻസുകളിൽ അധ്യാത്മ രാമായണം. കാരണം 56,000 ശ്ലോകമുള്ളത് നമ്മുടെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന്, വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന്, വാൽമീകിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ വാൽമീകിയെക്കാളും കൂടുതൽ രാമായണത്തിൽ വേറെ സത്യമില്ല. അദ്ദേഹം എഴുതുന്നതന്നെയാണ് സത്യം. പക്ഷെ കാലക്രമേണ ഒരു യുഗം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ വാൽമീകി രാമായണത്തിന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ വെറും 4600 ശ്ലോകങ്ങളാക്കി മാറ്റി. 6000 ശ്ലോകത്തിൽ 1800 ശ്ലോകം നഷ്ടപ്പെട്ടു പോയി. 4200 ശ്ലോകങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ അധ്യാത്മ രാമായണം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് വെറും 4 സെന്റൻസ് ആണ് ഈ അഗ്നിപ്രവേശത്തെ കുറിച്ച് പറയുന്നത്. അതേസമയം വാൽമീകി വളരെ വിശദമായിട്ട് രാമന്റെ യഥാർത്ഥമായിട്ടുള്ള മാനുഷിക ഭാവങ്ങളും ഈ പറഞ്ഞ അഗ്നിക്കുള്ള പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ അടുത്ത് എന്താ വളരെ പെട്ടെന്ന് പറയണു, ശരി എല്ലാരെയും കാണിക്കാൻ വേണ്ടി എന്താ ഞാനൊന്ന് അഗ്നി പ്രവേശിച്ചിട്ട് പോവാം, ഇങ്ങനെയാണോ ചെയ്യുന്നത്? ശരിക്കും അല്ല, ഒരിക്കലും അല്ല. വാൽമീകിയുടെ രാമായണം തന്നെയാണ് ശരി. വാൽമീകി രാമായണത്തില് രാമന്റെ പരുഷ വാക് പ്രയോഗമാണ്, അതാണ് ശരി. ശരിക്കും പരുഷ എന്ന് പറഞ്ഞാൽ ശാസിക്കുന്ന രീതിയിൽ രാമൻ സീതയോട് പറയുകയാണ്. കാരണം വളരെ സന്തോഷത്തോടുകൂടി തന്റെ ഭർത്താവിന്റെ കൂടെ തിരിച്ച് അയോധ്യയിൽ പോവാൻ വന്ന സീത നേരിടേണ്ടി വരുന്നത് തന്റെ കർമ്മങ്ങളുടെ, അതാണ് നിയോഗം. അവിടെയാണ് നിയോഗം വീണ്ടും സീതയ്ക്ക് വരുന്നത്. തന്റെ തെറ്റായിട്ടുള്ള കർമ്മം ഞാൻ ചെയ്ത് വീണ്ടും വീണ്ടും അഗ്നിയിൽ കയറി എവിടെയാണോ രാമൻ ഒളിച്ചു വെച്ച സീതയെ തിരിച്ച് ശുദ്ധീകരിച്ചെടുക്കേണ്ട ഒരു കർമ്മം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് രാമനെ കൊണ്ട് രാമൻ പറയുന്ന വാക്കുകളാണ്, ഭദ്രേ, പുരുഷൻ എന്ന നിലയിൽ, നിന്റെ ഭർത്താവ് എന്ന നിലയിലും ഞാൻ എന്താ അപഹരിച്ചു, വേറൊരാൾ അപഹരിച്ചു കൊണ്ടുപോയി നിന്നെ ഞാൻ വീണ്ടെടുത്തു. അതെന്റെ ധർമ്മമാണ്. അപമാനമെല്ലാം മാറ്റി ലോകരെ എന്റെ ധർമ്മം ഞാൻ കാണിച്ചു കൊടുത്തു. ദുഷ്ടരാക്ഷസൻ നിന്നെ കട്ടുകൊണ്ടു പോവുക, 1 വർഷം നിന്നെ അവിടെ തടവിൽ പാർപ്പിക്കുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് എന്നെ സംബന്ധിച്ച അപമാനമാണ്. ഏത് പുരുഷനും ഇത് അപമാനമാണ്. ഞാൻ പക്ഷെ അതൊക്കെ മായ്ച്ചു കളഞ്ഞു. കാരണം ത്രാണികെട്ട്, അതായത് നോക്കാൻ പറ്റാതെ ത്രാണനം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ഭർത്താവല്ല ഞാനെന്ന് എനിക്ക് സമൂഹ മധ്യത്തിൽ തെളിയിക്കണം. അതായത് ഒരു അപമാനത്തിൽ നിന്ന് ത്രാണനം ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്. നിന്നെ, എന്റെ ഭാര്യയെ ഒരാൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുണ്ടെന്ന് ഞാൻ സമൂഹത്തെ കാണിച്ചു കൊടുത്തു. എനിക്ക് അതിനുള്ള അവസരം കിട്ടി. ഈ ഹനുമാൻ ഉള്ളത് കൊണ്ടാണ്, ഈ പറഞ്ഞ വാനരന്മാർ എനിക്ക് സഹായിച്ചു, അതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. ഈ ആഴി ചാടി കടക്കാനും ലങ്കാമർദ്ദനം നടത്താനും സുഗ്രീവനും കൂട്ടരും എന്നെ വളരെയധികം, ഈ ഹനുമാൻ സഹായിച്ച പോലെ സുഗ്രീവനും കൂട്ടരും എന്നെ സഹായിച്ചു. അതുകൊണ്ട് എന്റെ കൃത്യം എന്താ പറയാ, നന്നായിട്ട് ഞാൻ ചെയ്തു. സ്വന്തം ജ്യേഷ്ഠനെ കൈപിടിച്ച്
കൈവടിഞ്ഞ് എന്നെ അഭയം പ്രാപിച്ച വിഭീഷണനെ എന്താ ഞാൻ സഹായിച്ചത്, രാജാവാക്കി. ഇതെല്ലാം ഞാൻ എന്താ ചെയ്തത്, എന്റെ കർമ്മവും ധർമ്മവുമാണ് ചെയ്തത്. ഇതെല്ലാം കേട്ട മൈഥിലി എന്ത് ചെയ്തു, സീതയ്ക്ക് എന്ത് ചെയ്തു, അശ്രുപൂർണമായിട്ടുള്ള കണ്ണുകൾ തുടച്ചു. താൻ കാരണം ആരൊക്കെ എന്തൊക്കെ കഷ്ടതകളാണ് അനുഭവിച്ചെന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചു. രാമന്റെ സ്വഭാവം പെട്ടെന്ന് മാറി, ഒരു പ്രാകൃത മനുഷ്യനെ പോലെ പെട്ടെന്ന് സ്വഭാവമായി എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുക. ഒന്നാമത് സീത സങ്കടപ്പെട്ടിരിക്കുന്നു, ഒരു വർഷമായിട്ട് ദുഃഖിതയായിട്ടിരിക്കുന്നു, അതിന്റെ പശ്ചാത്താപമുണ്ട്. രണ്ടാമത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, നീ കാരണം ഈ രാക്ഷസന്മാരൊക്കെ എനിക്ക് എന്തുമാത്രം സഹായിച്ചു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ രാമൻ പറഞ്ഞു. വീണ്ടും ദേവിക്ക് ദുഃഖമായി. അതുപോലെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എന്താ പല ചിന്തകൾ കൊണ്ട് സീത കുനിഞ്ഞു നിൽക്കുകയാണ്, ഒന്നും പറയാൻ പറ്റാതെ. അപ്പൊ രാമൻ എന്താ സീതയെ കണ്ടപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്നേഹമൊക്കെ മാറിയിട്ട് ഒരു അരിശം കൂടിക്കൂടി വരികയാണ്. എല്ലാരും കേൾക്കെ, രാക്ഷസന്മാരെ കുരങ്ങന്മാരെ എല്ലാരും കേൾക്ക, പുരികക്കൊടികൾ വളച്ചുകൊണ്ട് പറയാണ്, എന്റെ മാനത്തിനായി ഞാൻ നിന്നെ ധർമ്മമാകുന്ന രാവണനെ വധിച്ച് എന്റെ മാനം കാക്കാൻ നിന്നെ ഞാൻ രക്ഷിച്ചു. അതുകൊണ്ട് എന്താ എങ്ങനെ അഗസ്ത്യൻ എങ്ങനെയാണോ ഈ ഗർവം, ഈ പറഞ്ഞ വിന്ധ്യപർവ്വതത്തെ അകത്തിന്റെ ഗർവം ശമിപ്പിച്ചത്, അതുപോലെ വാസ്തവത്തില് ഞാൻ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ മുതല് ഈ രാമന്റെ നമ്മളെ വാക്കുകൾ വളരെ പരുഷമായിട്ട് ഒരു അവതാര പുരുഷന് ചേരാത്ത തലത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതെല്ലാം അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഒരു മൂടുപടമാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാകും. ഇത് കർമ്മങ്ങളെ ക്ഷയിപ്പിച്ചെങ്കിൽ മാത്രമേ സീതയെ സ്വീകരിക്കാൻ പറ്റൂ. അതുപോലുള്ള വാക്കുകൾ സീതയുടെ നാക്കിന്ന് പണ്ട് വീണിട്ടുണ്ട്. ലക്ഷ്മണകുമാരനെ കീറി മുറിച്ച് ആ ഹൃദയത്തെ സ്വന്തം അമ്മയായിട്ട് കണ്ട ഒരു പുരുഷന്റെ ഹൃദയം, ആ സഹോദരൻ, മകൻ, ഏത് സ്ഥാനത്ത് വേണമെങ്കിലും ലക്ഷ്മണനെ എടുക്കാം. ആ ദുഃഖങ്ങൾ, ആ ലക്ഷ്മണനുണ്ടായ തത്തുല്യമായിട്ടുള്ള ദുഃഖം സീതയ്ക്കുണ്ടെങ്കിൽ ആ പാപം ദഹിപ്പിക്കാൻ പറ്റൂ. നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഒരാളുടെ നമ്മൾ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല പാപം. ഒരാളെ നാക്ക് കൊണ്ട് വേദനിപ്പിക്കുന്ന, ഒരാളെ കീറി മുറിച്ച് ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തിരിച്ച് പരിണിത ഫലം നമ്മളും അനുഭവിച്ച്, എന്ന് വെച്ചാൽ അത്രയും വിശ്വാസമായിട്ടിരിക്കുന്നവര് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളും അത് അനുഭവിക്കണം. അപ്പൊ എന്താ ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയേണ്ട കാരണം, ഒരു അവതാര പുരുഷനല്ലേ, ക്ഷമിച്ചൂടെ ഇല്ലേ? ആ ഒരു പക്ഷെ കാരണം കർമ്മങ്ങള് എന്താ പറയാ, ഈ ഒരു ഏത് കർമ്മവും മാനസികമായാലും വാചികമായാലും ഏതാണെങ്കിലും അത് ആ തിരിച്ചുള്ള പ്രതികർമ്മം കൊണ്ട് മാത്രമേ ക്ഷയിക്കുകയുള്ളൂ. അത് ഇമ്പോർട്ടന്റ്, നമ്മൾ വളരെ സാധനയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കർമ്മം ചെയ്താൽ നമ്മൾ എന്തോ ദേഷ്യം കൊണ്ട്, ആരോടോ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇല്ലെ, ദേവിയെ പരിഹസിക്കുന്നിടത്ത് ദേവിയെയും കൂടെ നമ്മൾ ചേർന്ന് പരിഹസിച്ചു, അതിന്റെ കർമ്മം എത്രയോ ജന്മം അനുഭവിച്ചെങ്കിൽ മാത്രമേ തിരിച്ച് ദേവിയുടെ ഒരു നാമം നമുക്ക് ജപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശാപം എന്ന് പറയുന്നത് നമ്മളല്ല തീരുമാനിക്കണം. നമ്മൾ ശപിച്ച ചിലപ്പോൾ ഒന്നും നടക്കില്ല, പ്രകൃതി ഒരു തീരുമാനം എടുക്കും, അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത് കാണിക്കുക. അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ എടുക്കുന്നത് തന്നെ. ഇല്ലെങ്കിൽ നമുക്ക് അഗ്നിയൊന്നും വളരെ നിസ്സാരമായിട്ട് കളഞ്ഞിട്ട് പോകും. അങ്ങനെയല്ല, സാധകനെ സംബന്ധിച്ച് അഗ്നി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ, ഞാൻ നിന്നെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി അല്ല ഇതെല്ലാം ചെയ്തത്. സീതാദേവി ഇതെല്ലാം കേട്ട് രാമൻ പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് അസ്തപ്രജ്ഞയായിട്ട് നിൽക്കുകയാണ്. നിനക്ക് ചാരിത്ര കളങ്കം വന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. സ്വന്തം ഭർത്താവായിട്ടുള്ള രാമൻ പറയാണ്, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നിന്നെ ഞാൻ കാണുന്നത് നേത്രരോഗിക്ക് ദീപം കാണുന്ന പോലെയാണ്. ഒരു കണ്ണിന് അസുഖമുള്ളവര് ദീപം കണ്ടാൽ എന്താ, അവരുടെ കാഴ്ച വീണ്ടും മങ്ങും, വീണ്ടും പ്രശ്നമാണ്. അപ്പോ ഈ പറഞ്ഞ ദീപത്തെ പോലെ സുന്ദരിയായിട്ട് വന്ന ആ ഒരു സന്തോഷത്തോടെ രാമനെ കാണാൻ വന്ന സീതയെ നോക്കിയിട്ട് ഇദ്ദേഹം പറയാണ്, നേത്രരോഗിക്ക് ദീപം കണ്ടതുപോലെയാണ് നീ, നിന്റെ സാന്നിധ്യം എനിക്ക് അഹിതമാണ്, എനിക്ക് സംശയം വന്നു കഴിഞ്ഞു, എന്റെ മുന്നിൽ നിൽക്കുന്ന ജാനകി, നീ എനിക്ക് നിന്നെ ഇനി കാണണ്ട, ഓടിപ്പോയിക്കൊള്ളൂ. രാമൻ പരുഷമായിട്ട് തന്നെ പറയാണ്. ഇനി അഷ്ടദിക്കുകളിലും താഴെയും മുകളിലും നിന്നെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല, നിന്റെ ഇഷ്ടം പോലെ പോകാം. കുലീനനും തറവാടിയുമായ ഒരു പുരുഷൻ ഒരു അന്യഗ്രഹത്തിൽ താമസിച്ച് 1 വർഷം താമസിച്ച സ്ത്രീയെ തിരിച്ചെടുക്കില്ല. നമ്മൾ ആലോചിക്കണം, അന്യഗ്രഹങ്ങള്, ഈ അന്യവാസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധകനെ സംബന്ധിച്ച് താഴ്ന്ന പൂജകളും നടന്ന് അമ്പലത്തിൽ നടന്നുകൊണ്ടിരുന്ന എന്താ പറയാ, ആ കുട്ടിച്ചാത്തനെ മറുതയൊക്കെ പൂജിച്ച് നടന്ന ഒരാൾക്ക് പെട്ടെന്ന് ശ്രീവിദ്യ ഉപാസനയിൽ കയറാൻ പറ്റില്ല. അന്യഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണോ താമസിക്കുന്നത് അത് ഗൃഹം. ഗൃഹാദി ഇതി ഗൃഹം, എന്താണോ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഗൃഹം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ശ്രീവിദ്യ ഉപാസകന്, ഒരു കുലസ്ത്രീയായിട്ടുള്ള അമ്മയെ ഉപാസിക്കണമെങ്കിൽ അന്യഗ്രഹവാസം ചെയ്തവൾ, അതായത് പല ജന്മങ്ങളില് പല താഴ്ന്ന ദേവതകളെ ഉപാസിച്ച ഒരാൾക്ക് പറ്റില്ല. കാരണം അമ്മ ഉയർന്ന തലത്തിലുള്ളതാണ്. നമ്മള് ആ ദേവിയെ ഉപാസിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 10-20 ജന്മമെങ്കിലും വിഷ്ണുവിനെയോ ശിവനെയോ ഒക്കെ പൂജിച്ച് ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ശ്രീവിദ്യ ഉപാസനയിൽ പ്രവേശിച്ച് ആ മന്ത്രത്തെ ഉപാസിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ സാധനയിൽ എടുക്കേണ്ടത്. അതാണ് അന്യഗ്രഹത്തിൽ താമസിച്ച സ്ത്രീയെ പരമാത്മ ചൈതന്യമായിരിക്കണം ശിവചൈതന്യത്തിൽ ദേവിയെ കാണണമെങ്കിൽ ഈ പറഞ്ഞ അന്യ സ്ഥലങ്ങളിൽ, അതായത് മനസ്സ് പതിച്ച് ക്ഷേത്രങ്ങളിൽ തെരഞ്ഞു നടന്ന്
അവിടെയും ഇവിടെയും കുപ്പത്തൊട്ടിയിലും ഒക്കെ അന്വേഷിച്ച് നടന്ന ഒരു ജീവന് പെട്ടെന്ന് ശ്രീവിദ്യ ഉപാസനയിൽ കയറി അമ്മയെ കിട്ടില്ല. അപ്പൊ ഈ വളരെ പച്ചയായിട്ട് എന്താ പറയാ രാമൻ പറയാണ്, അതുകൊണ്ട് എന്താ, 1 വർഷക്കാലം നീ അവിടെ കഴിഞ്ഞു, ആ സ്ത്രീയെ ഞാൻ എങ്ങനെ സ്വീകരിക്കും? മണ്ണനും ഈ ഒരു വണ്ണാൻ എന്ന് പറയുന്ന മണ്ണാത്തിയും അവര് രചക ദമ്പതികളാണ്, ഈ അലക്കുകാര്. അപ്പൊ അവര് പറയുന്നത് എന്താ, അന്യഗ്രഹത്തിൽ ഈ പറഞ്ഞ ആ ഒരു വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള വിവേകം യാതൊന്നും ഇല്ലാത്ത ഒരു വണ്ണാൻ തന്റെ ഭാര്യയോട് പറയാണ്, നീ 1 വർഷം പോയി വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിച്ച് വന്നാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ രാമനല്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഇത്രയും ധർമ്മത്തിലും നീതിയിലും ആ ജീവിച്ച രാമചന്ദ്രനെ വെറും ഒരു വണ്ണാന്റെ വായിൽ നിന്ന് വരികയാണ്. നമ്മൾ വിചാരിക്കാം എന്തിനാ അദ്ദേഹം ഒരു രചകൻ പറയുന്നത്, അദ്ദേഹത്തിന് അജ്ഞാനത്തിൽ പറയുന്നതിൽ എന്തിന് രാമൻ സ്വീകരിക്കണമെന്നൊക്കെ ക്വസ്റ്റ്യൻ ഇടാം. പക്ഷെ ഇവിടെ കർമ്മത്തിന്റെ നിയോഗം നമ്മളല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ ലക്ഷ്മണനെ വേദനിപ്പിച്ചത് സീത എങ്ങനെ അനുഭവിക്കും? അത് തീരാതെ എങ്ങനെ സീത പരിശുദ്ധിയാകും? ആ പാപത്തിന്റെ കറ സീതയിലില്ലേ? അത് മാറ്റണ്ടേ രാമന്? ഓരോ കാര്യവും നമ്മൾ ആലോചിക്കണം. നമുക്ക് വരുന്ന വിഷമങ്ങളോ നമുക്ക് വരുന്ന അപമാനങ്ങളോ ഒക്കെ തന്നെ നമ്മുടെ കർമ്മങ്ങളെ ഇല്ലാതാക്കാനാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും, പക്ഷെ പ്രകൃതിക്ക് പറ്റില്ല. അവിടെയാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പോ എന്താ, അപ്പൊ ഈ പറഞ്ഞ മര്യാദാ പുരുഷോത്തമനും ധർമ്മിഷ്ഠനുമായ രാജാവിന് ഇതിൽ കൂടുതൽ എന്താ അപമാനം? സ്വന്തം ഭാര്യയെ അന്യൻ തട്ടിക്കൊണ്ടുപോയി, അതായത് സ്വന്തം രാജ്യത്തിലെ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു നിഷേധാത്മകമായിട്ട് ഈ പറഞ്ഞ രാമനെ കുറിച്ച് സംസാരിക്കാൻ എന്താ പറയാ ഈ വന്നു. എന്ത് കാരണം? ഈ രാവണൻ സീതയെ കൊണ്ടുപോയത് കാരണം. അത് പല ചെവികളിലാ പറഞ്ഞ് ഇത് രാജധാനിയിലെത്തി രാമനും അറിയുന്നുണ്ട്. പിന്നെ അതാണ് പിന്നെ ഉപേക്ഷിക്കാൻ കാരണം. ഇതെല്ലാം കാരണം എന്താണ്? സീതയുടെ കാമം, അതായത് സീതയുടെ ആഗ്രഹം. അത് പൊന്മാനിനോട് തോന്നിയതാണ് എന്ന് നമുക്ക് വളരെ യാതൊരു തർക്കമില്ലാത്ത സംഭവമാണിത്. അപ്പോ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്തുകൊണ്ട് ശിഥിലമായി തീർന്നു? നമുക്ക് അന്യഥ തന്റെ ഭർത്താവിനെ ധാർമ്മികമല്ലാത്ത ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച് തന്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിട്ടു. ഒരു വണ്ണാത്തിയോട് പറയുന്ന ഈ വാക്കുകൾ, അതായത് അന്യപുരുഷന്റെ ഗ്രഹവാസം എന്ന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് രാമചന്ദ്രനല്ല. അപ്പൊ ഇത് എന്താ പറയാ, രാമൻ ഇത് കേട്ട് കഴിഞ്ഞാൽ രാമന് ഓരോ പ്രജാതൽപരനാണ്, പ്രജകളുടെ ക്ഷേമത്തിന് ധാർമ്മികമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം തീർച്ചയായിട്ടും അപ്പോഴും സീതയെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ, അല്ലെ? ഇതാണ് അപ്പോഴും സീതാ പരിത്യാഗത്തിൽ കലാശിച്ചത്. എപ്പോഴും തിരിച്ച് അവിടെ രാജ്യാഭിഷേകം ഒക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് 3 വർഷം ജീവിച്ചിട്ട് വീണ്ടും ഗർഭിണിയായി സീതയെ ഉപേക്ഷിക്കാൻ കാരണം ഈ വണ്ണാന്റെ വാക്കുകളാണ്. അപ്പൊ അത് നമുക്ക് അപ്പൊ കാണണ്ട, ഇപ്പോഴേ കണ്ടുപോവാണ്. ആ ഒരു കളങ്കം തന്റെ കുലത്തില്, എന്റെ കുലത്തില് നിന്നെ സ്വീകരിക്കുന്നത് എനിക്ക് അപമാനമാണ്. കാരണം ഞാൻ സൂര്യവംശജനാണ്. എന്താ സൂര്യവംശജൻ? എന്റെ ബുദ്ധിയെ പ്രചോദിതമായിട്ടുള്ള ബുദ്ധി, അതായത് ഗായത്രി മന്ത്രം ജപിച്ച് വിശ്വാമിത്രന്റെ കുലത്തിൽ ജനിച്ച എനിക്ക് ഇങ്ങനെ ഒരു അപമാനം. കണ്ട അന്യന്റെ ഗൃഹത്തിൽ 1 വർഷം താമസിച്ചിരുന്ന സീതയെ എനിക്ക് തിരിച്ച് സ്വീകരിക്കാൻ പറ്റില്ല. എന്റെ ത്രാണനം വീറും വാശിയും കാണിക്കാൻ വേണ്ടി ഞാൻ നിന്നെ തിരിച്ചെടുത്തു. ഇതിൽ നിന്ന് എനിക്ക് നിന്നില് ഒരാസക്തിയും ഇപ്പോഴില്ല, നീ പൊയ്ക്കൊള്ളുക. രാമൻ എത്ര നികൃഷ്ട ഭാഷയിലാണെന്ന് വാൽമീകി നമുക്ക് വാൽമീകി രാമായണം വായിച്ച ഒരുപാട് ദുഃഖം തോന്നും. ഈശ്വര, ഇങ്ങനെയാണോ പറയേണ്ടത്? അദ്ദേഹത്തിന് അറിയില്ലേ സീത എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതിനൊക്കെ ഒരു മൂടുപടം, ഒരു ബാഹ്യ നാടകമാണെന്ന് നമുക്ക് പിന്നെ കാണാം. നമുക്ക് കുറെ നമ്മുടെ പ്രകടനങ്ങളൊക്കെ നമുക്ക് വികാരങ്ങളുടെ പുറത്താണ്, അല്ലെ? ഇമോഷണൽ ആ ഒരു കാര്യങ്ങൾ. പക്ഷെ ഇത് സത്യം അറിയുമ്പോൾ യഥാർത്ഥത്തിൽ സീതയെ പരിശുദ്ധയാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നിനക്കെന്താ പിന്നെയും പറയുന്നുണ്ട്, നിനക്ക് ലക്ഷ്മണനോട് കൂടിയോ ഭരതനോട് കൂടിയോ ശത്രുഘ്നനോട് കൂടിയോ ഈ പറയുന്ന ജാമ്പവാനോ സുഗ്രീവനോ ആരുടെ കൂടെ വേണമെങ്കിലും പോവാന്ന്. എങ്ങനെയാണ് രാമൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം. കാരണം 1 വർഷക്കാലം നീ ഇവിടെ താമസിച്ചതാണ്. രാവണൻ വെറുതെ നോക്കിയൊന്നും ഇരുന്ന് കാണില്ല. രാവണൻ ആരാ? 10 തലയുള്ളവനാണ്. അവൻ ഇന്ദ്രിയ നിഗ്രഹണം ഇല്ലാത്തവനാണ്. അപ്പോ നിന്റെ പവിത്രതയിൽ എനിക്ക് സംശയമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു മടിയും കൂടാതെ രാമൻ പറയുകയാണ്. അടുത്ത രംഗം സീതയുടെ അഗ്നിപ്രവേശമാണ്. അധ്യാത്മ രാമായണത്തില് രാമൻ ഈ പരുഷ വാക്കുകൾ പറയുന്നില്ല, എങ്കിലും അഗ്നിയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് അവർ പോവുകയാണ്. പക്ഷെ ഇതില് വാൽമീകി രാമായണത്തില് നമ്മുടെ സാധനയിൽ ഏറ്റവും ഒരു പ്രധാനമാണ് അഗ്നിപ്രവേശം. കാരണം അഗ്നിക്ക് പവിത്രമാക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇത് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യണം. അതായത് കർമ്മങ്ങളുടെ ഗതി ഈശ്വരന് പോലും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആധ്യാത്മിക രാമായണത്തിലെ മാരീചൻ വന്ന് പൊന്മാനായിട്ട് സീതയെ ആകർഷിച്ച് രാമനെ അകറ്റിയപ്പോൾ സീത രാമൻ അഗ്നിയിൽ ഒളിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടു. ആ സീതയെ തിരിച്ച് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ എന്ത്? രാവണൻ കട്ടുകൊണ്ടുപോയ സീത അവിടെ 1 വർഷം താമസിച്ചിട്ട് ആ അഗ്നിയിൽ നിന്ന് എവിടെ ഒളിപ്പിച്ചോ അവിടെ നിന്ന് നമുക്ക് തിരിച്ചെടുക്കണം സീതയെ.
അപ്പൊ ഈ അഗ്നി തത്വത്തെ നമ്മൾ സാധനാ തലത്തിൽ ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത വഴിയിലോട്ട് നമുക്ക് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താണ് അഗ്നി? ഈ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന അഗ്നിയാണോ, വെളിയിൽ കത്തുന്ന അഗ്നിയാണോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഇല്ലേ? നമുക്ക് നമ്മുടെ ശ്രീവിദ്യ ഉപാസനയില് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹോമങ്ങള്, തർപ്പണങ്ങള്, എന്താ പറയാ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചില തലങ്ങള് നമ്മുടെ പുരസ്ചരണം, അത് കഴിഞ്ഞ് ഹോമിക്കുക, തർപ്പണം ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഉപാസകനും ദേവതയും തമ്മിലുള്ള ഒരു മീഡിയമാണ് അഗ്നി. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ശ്രീവിദ്യ ഉപാസകനെ സംബന്ധിച്ച് ഉപാസകനും ദേവതയും തമ്മിലുള്ള ഒരു മീഡിയമാണ് അഗ്നി. ആഹൂതികളായിട്ടാണ് നമ്മൾ ദേവതയ്ക്ക് അത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ എവിടെ ചെന്നും ഒരു അമ്പലത്തിലാണെങ്കിലും ഒരു ഗണപതി ഹോമെന്നോ എന്തെങ്കിലും പറയുമ്പോൾ ഹോമിക്കുക എന്ന് പറഞ്ഞാല് എന്താ, നമ്മൾ ദേവതയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള നമ്മുടെ ഇഷ്ട ദേവത, ഇപ്പൊ ഗണപതിക്കാണെങ്കിൽ ഗണപതി, അല്ലെങ്കിൽ വിഷ്ണുവിനാണെങ്കിൽ വിഷ്ണു, ഏത് ദേവതയ്ക്കും ഒരു മീഡിയമാണ് അഗ്നി. എങ്ങനെയാണ് നമ്മൾ ദേവതയ്ക്ക് ഇത് കൊടുക്കുന്നത്? ആഹൂതികളായിട്ട്. അഗ്നി എന്ന് പറയുന്നത് ശുദ്ധ ചൈതന്യ സ്വരൂപമാണ്. ഇതാണ് ജീവൻ കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളില് ഒരു ജീവനെ ഒരു ശിവനായിട്ടിരിക്കണ നമുക്കറിയാം ശിവന്റെ മൂന്നാം തൃക്കണ്ണ് അഗ്നി സ്വരൂപം, ശിവന്റെ രേതസ് അഗ്നിയാണ്. അപ്പൊ പുരുഷ രേതസ് എന്ന് പറയുന്ന ബീജങ്ങളെല്ലാം തന്നെ അഗ്നി സ്വരൂപങ്ങളാണ്. ആ സ്വരൂപം ഒരു അണ്ഡവുമായിട്ട് പ്രകൃതിയുമായിട്ട് ചേർന്ന് അതിന് ജീവൻ കൊടുക്കുന്നത് എന്താണ്? അഗ്നിയാണ്. അപ്പൊ ഇതിനെയാണ് ഈ അഗ്നിയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കാമാഗ്നിയായിട്ട് സ്വാധിഷ്ഠാന ചക്രത്തിലും, ജഠരാഗ്നിയായിട്ട് മണിപൂര ചക്രത്തിലും, ജ്ഞാനാഗ്നിയായിട്ട് ആജ്ഞാചക്രത്തിലും സ്ഥിതി ചെയ്യണം. കാരണം ഒരു ജീവൻ കൊടുക്കുന്ന ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചർ, ചൂടും എല്ലാം റെഗുലേറ്റ് ചെയ്യണം. അതിന് വെള്ളം വേണം, ചൂട് വേണം, എല്ലാം. ഒരു വിത്ത് മുളയ്ക്കണമെങ്കിലും അതുപോലെ തന്നെയാണ് ഇല്ലേ? സൂര്യപ്രകാശം വേണം, അതിന് ജലം വേണം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ചൂട് വേണം. ചൂടില്ലെങ്കിൽ എന്താ, നമ്മൾ ചൂടില്ലാതാവുമ്പോ എന്താ പറയണം? മരിച്ചുപോയി, ചത്തുപോയി, സത്തുപോയി എന്നൊക്കെ പറയില്ലേ? ആ പ്രാണനെ നിലനിർത്തുന്നത് ഈ പറയുന്ന അഗ്നിയാണ്. അപ്പൊ ഈ അഗ്നിയെ നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തില് എന്താ കാണേണ്ടത്? കാമാഗ്നിയായിട്ട് കാണണം. അതായത് ഒരു ജീവന് ഭൂമിയിൽ വരാനുള്ള ഒരു പ്രക്രിയ, അതായത് അതിന്റെ ഒരു ഫാക്ടറി, അവിടെയാണ് ഒരു കുഞ്ഞിനെ നിർമ്മാണം നടക്കുന്ന ഒരു ഗർഭപാത്രത്തിൽ. അവിടെ ഈ അഗ്നി കൊണ്ടാണ്, ഈ അഗ്നിയുടെ തത്വം കൊണ്ടാണ് ഈ കുഞ്ഞ്, ഒരു ചെറിയ പൊട്ടായിട്ടിരിക്കുന്ന കുഞ്ഞ്, തന്റെ മനസ്സും ബുദ്ധി അഹങ്കാരം കൊണ്ടുവന്നിട്ട് ആ ഒരു സ്വ ഇച്ഛയായിട്ട് തന്റെ കൈയും കാലും ആ ശരീരം 9 മാസം കൊണ്ട് പൂർണ്ണ രൂപത്തിലെത്തുന്ന ഒരു കുഞ്ഞായിട്ട് തീരുന്ന ഈ അഗ്നി ഉള്ളതാണ്. ഈ അഗ്നി ഇല്ലെങ്കിൽ നമ്മൾ എന്താ, സ്റ്റിൽ ബർത്ത്, എന്താ ചാവിള്ള എന്നൊക്കെ പറയില്ലേ? അതുപോലെ കുഞ്ഞ് ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകും. അപ്പൊ ഈ അഗ്നി തത്വമാണ് കുഞ്ഞിനെ കുഞ്ഞാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധകനെ സംബന്ധിച്ച് ഈ അഗ്നി കാമാഗ്നിയാണ്. അതായത് തന്റെ പ്രോജനി, ഒരു വംശം നിലനിർത്താനായിട്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കണം. അഗ്നി ആ രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. 2 വയറിലാണെങ്കിലോ മണിപൂരക ചക്രത്തില് ജഠരാഗ്നി. നമുക്കറിയാം ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ ദേഹിനാം പ്രാണമാശ്രിത പ്രാണാപാന സമായുക്തം പചാമന്യം ചതുർവിധം. ഞാൻ 5 രീതിയിൽ നിന്റെ ഉള്ളിൽ ജഠരാഗ്നിയായിട്ടിരുന്ന് നീ കഴിക്കുന്ന ആഹാരത്തെ പചിപ്പിച്ച് അതിനെ ദഹിപ്പിച്ച് നിന്റെ ശരീരത്തെ നിലനിർത്താൻ ഞാൻ സഹായിക്കുന്നു. അപ്പോ രണ്ടാമത്തെ അഗ്നിയുടെ ആ രൂപം എന്തെന്ന് വെച്ചാൽ നമുക്ക് ജഠരാഗ്നി, ആഹാരത്തെ ദഹിപ്പിക്കുക. മൂന്നാമത് ജ്ഞാനാഗ്നി, അത് ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന ജ്ഞാനം. നമുക്കെല്ലാം അറിയാം ആ ജ്ഞാനക്കണ്ണ് എല്ലാവരുടെയും, ശിവനാണെങ്കിലും ദേവിക്കാണെങ്കിലും ഒരു മൂന്നാമത്തെ കണ്ണ് നെറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ശരീരബോധത്തെ എല്ലാം, നമ്മുടെ കർമ്മങ്ങളെ എല്ലാം ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആജ്ഞാചക്രം. ഭഗവാൻ ഈ ദേവി പാർവതി തപസ് ചെയ്യുമ്പോൾ തന്റെ കാമനകളെ എല്ലാം എന്താ പറയാ ആ അഗ്നിയിൽ ഹോമിച്ചിട്ട് പഞ്ചാഗ്നി മധ്യത്തിൽ ചെയ്ത പാർവതിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നെറ്റിക്കണ്ണ് തുറന്ന് ജ്ഞാനമായിട്ടിരിക്കുന്ന മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്ന് നമ്മൾ കാണുന്നുണ്ട്. തീ പോലെ വന്ന് വീഴുകയാണ്. അവിടെയാണ് എന്താ, ആ ഒരു ദേഷ്യം കൊണ്ട് അഗ്നി, അവിടെ നിന്നാണ് കാമൻ എരിഞ്ഞു പോകുന്നത്. ആ തന്റെ എപ്പോഴും കാമങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ ചാമ്പലായിട്ട് തീരുന്നോ അവിടെ നിന്ന് എന്താ ഒരു പുനർജനി ഉണ്ടാവും. എന്താ, ജ്ഞാനത്തിന്റെ അഗ്നി. ആ ശരീരബോധം എന്ന് പറയുന്നത് തന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഇതെന്താ താൽക്കാലികമാണ്. ഈ ശരീരം എന്ന് പറഞ്ഞത്, ദേഹം എന്ന് പറയുന്നത് നശിച്ചു പോവും. ഇതിനകത്ത് ദേഹിയുണ്ട്. കുണ്ടലിനി പാട്ടിൽ പറയുന്നുണ്ട്, ദേഹമല്ല ദേഹിയൊന്നുണ്ട് എന്നറിഞ്ഞ ആട് പാമ്പേ പുനം തേട് പാമ്പേ. ഈ പാമ്പ്, ഈ കുണ്ടലിനി ശക്തി പുനത്തെ തേടി തന്റെ ആ യഥാർത്ഥമായ ആ പുനം എന്ന് പറഞ്ഞ ഗുഹ, ആ സഹസ്രാര പരമത്തിൽ ഇരിക്കുന്ന ശിവനുമായിട്ട് സംയോജിക്കാനാണ് അല്ലയോ അമ്മ ഇവിടെ ഇരിക്കുന്ന ഈ ശരീരത്തിൽ. അപ്പൊ മൂന്നാമത്തെ അഗ്നി എന്ന് പറയുന്നത് ജ്ഞാനാഗ്നി, ഏറ്റവും ഉയർന്ന തലം. അഗ്നിക്ക് 3 ചക്രങ്ങളിലെ 3 കർമ്മങ്ങളാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ അഗ്നിയാണ് നമ്മൾ പ്രതീകാത്മകമായിട്ട് ഹോമകുണ്ടത്തിലേക്ക് ആവാഹിക്കുന്നത്. നമ്മുടെ ഇതിലെല്ലാം തന്നെ ശ്രീവിദ്യ ഉപാസനയില് ഓരോ ഹോമങ്ങൾ, ലളിതാ ഹോമമുണ്ട്,
എന്താ പറയാ മൃത്യുഞ്ജയ ഹോമമുണ്ട്, ഗണപതി ഹോമമുണ്ട്. അപ്പൊ ഹോമത്തിന്റെ പ്രക്രിയ എന്താണെന്ന് ഇവിടെ നമ്മൾ അറിഞ്ഞോളാം. ഇല്ലെങ്കിൽ നമ്മൾ സീതയെ വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കും. ഈ അമ്മ എന്താ പതിവൃതയായി ഭഗവാൻ എന്തിനാ കൊണ്ടുവന്നത് ഇതിനകത്തുനിന്ന്? അഗ്നി എന്ന് പറയുന്നത് പരമശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ എന്താ ആ ഒരു ഇഷ്ട ദേവതയുടെ അടുത്തേക്ക് സ്ഥൂല ശരീരം വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അഗ്നി എന്താ ഒരു മെസ്സഞ്ചർ ആയിട്ട്, സന്ദേശവാഹകനായിട്ട്, അതിലൂടെയാണ് ഒരു കാരിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഏത് ദേവതയ്ക്കാണോ നമ്മൾ അഗ്നിയിലേക്ക് ആവാഹിച്ച് ആഹൂതികൾ കൊടുക്കുന്നത്, ആ ദേവതയ്ക്ക് അത് എത്തിച്ചേരണു എന്നാണ് സങ്കല്പം. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ലളിതാ ഹോമം, നാരായണ ഹോമം ഏതാണെങ്കിലും ആദ്യം അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ദേവതയുടെ മന്ത്രം കൊണ്ട്, മൂലമന്ത്രം കൊണ്ട് ദേവതയെ ആവാഹിച്ച് അവിടെ ഇരുത്തും. ഏറ്റവും പ്രധാനം ചണ്ഡികാ ഹോമമാണ്. നമ്മൾ ദേവി മഹാത്മ്യമായിട്ടുള്ള 700 ശ്ലോകങ്ങൾ ഈ ചണ്ഡികാദേവിയെ, ദുർഗാ പരമേശ്വരിയെ, ദേവിയെ ഇല്ലെങ്കിൽ തന്നെ എന്താ അഗ്നിയാണ്. നമ്മൾ കണ്ടില്ലേ, താമഗ്നി വർണ്ണം തപസ്സാ ജ്വലന്തിയും, തപസ്സാകുന്ന അഗ്നി കൊണ്ട് ജ്വലിക്കുന്നവളാണ് ദുർഗാദേവി. ആ ദുർഗ ഈ പറഞ്ഞ അഗ്നിയിൽ വന്നിരിക്കുമ്പോൾ അതിന് ഇരട്ടി ശക്തിയാണ്, മന്ത്രസ്വരൂപിണിയായിട്ട് വന്നിരിക്കുക അവിടെ. അതുകൊണ്ടാണ് ചണ്ഡികാ ഹോമത്തിനൊക്കെ ഇത്രയും പ്രാധാന്യം. ആ 700 ശ്ലോകങ്ങൾ കൊണ്ട് ഹവിസ് കൊടുക്കുകയാണ് നമ്മൾ. അപ്പൊ എന്താ, ആ ഒരു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവും നമ്മൾ പരമാത്മാവായിരിക്കുന്ന അമ്മയെ പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ ആഹൂതി കൊടുക്കുമ്പോൾ ഒരു കണക്ഷൻ. നമ്മൾ എന്തൊക്കെയോ നമ്മുടെ കർമ്മങ്ങൾ എന്താ ഈ ആഹൂതികള്, നമുക്ക് എന്തെങ്കിലും, നമുക്കൊരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, ഒരു സ്ഥൂല ശരീരത്തിന് വേണ്ടി ഒരാൾ വരുമ്പോൾ നമ്മൾ പ്ലേറ്റിൽ എല്ലാം ചേർത്ത് ഭക്ഷണം കൊടുക്കണം. അതുപോലെ ദേവതയ്ക്ക്, നമ്മുടെ ആത്മശക്തിക്ക്, നമ്മുടെ ദേവതാ സങ്കല്പത്തിന്റെ ദൃഢതയ്ക്ക്, അതിനെ നമ്മൾ പൂജിച്ച് നമുക്കൊരു സന്തോഷം വരുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ സമർപ്പിക്കുന്ന സ്ഥലമാണ് അഗ്നി. അപ്പൊ നമ്മൾ സങ്കല്പിക്കുന്നു ഈ അഗ്നി അതിന്റെ എന്താ പറയാ, അതിന്റെ ശക്തിയിലൂടെ, സ്വാഹ എന്ന് പറയുന്ന അതിന്റെ ഭാര്യയായിട്ടിരിക്കുന്ന ആ ശക്തിയിലൂടെ ഈ ഹവിസുകളെല്ലാം നമ്മൾ കൊടുക്കുന്ന ദേവതയ്ക്ക് എത്തിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ എന്താ, ആ അഗ്നിയെ ആദ്യമായിട്ട് എന്താ ഒരു ആസനം കൊടുക്കണം. നമ്മളൊരു ഹോമം ചെയ്യുമ്പോൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഹവനം, എന്തിനാണ് നമ്മൾ ഹോമം ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ എന്താ, അഗ്നിയെ ജ്വലിപ്പിക്കണം. ഒരു ഹോമകുണ്ഡം എടുക്കണം. അത് യോനി മാതൃകയിലാണ്. നമ്മളെ ഊർദ്ധമായിട്ടുള്ള ശിവചൈതന്യം അവിടെ കൊണ്ടുവരണം. അകത്ത് പ്രത്യേക തരത്തിലുള്ള അത് ക്രമീകരിച്ചതിന് ശേഷം എന്താ, അഗ്നിയെ വിളിക്കുകയാണ്. നമ്മൾ അതിനകത്ത് വിറക് വെക്കുന്നു. എന്നിട്ട് ആ അഗ്നി ഭഗവാനെ ഒരു പീഠം കൊടുത്ത് അവിടെ ഇരുത്തും, അല്ലെ? പീഠം കൊടുത്ത് ആനയിക്കും. അതുകൊണ്ടാണ് നമ്മൾ പീത, ശ്വേത, അരുണ, കൃഷ്ണ, ധൂമ്ര, തീവ്ര, സ്ഫുലിംഗിനി എന്നൊക്കെ ദേവിക്ക് എന്താ പറയാ, രുചിര, ജ്വാലാമാലിനി എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ ആ അഗ്നിയുടെ മൂലമന്ത്രം വിളിച്ച് പറഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ ആവാഹന മന്ത്രം എന്ന് പറയുന്നത്. ആവാഹിച്ച് ഹോമകുണ്ഡത്തിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഉദ്ദേശം നമ്മൾ വ്യക്തമാക്കണം. എന്തിനാണ്? ഈ പറഞ്ഞ എന്റെ ഈ മഹാനിർവാണ തന്ത്രത്തിൽ പറയും പോലെ എന്റെ ആഗ്രഹം സാധിക്കാനായിട്ട് എന്നാണ് അവിടെ പറയുന്നത്. അല്ലയോ ഭഗവാനെ, അല്ലാതെ അഗ്നി എല്ലായിടത്തും ഉണ്ട്, ഇല്ലേ? ഒരു വിറകിനകത്ത് അഗ്നിയുണ്ട്, ഒരു തീപ്പെട്ടി കൊള്ളിക്കകത്ത് അഗ്നിയുണ്ട്, എല്ലാത്തിലും അഗ്നിയുണ്ട്. പക്ഷെ രണ്ടും തമ്മിൽ ഘർഷണം ചെയ്യുമ്പോൾ തീപ്പെട്ടി വെറുതെ ഇരുന്നാലും കോല് വേറെ ഇരുന്നാലും തീ വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് ഉരയ്ക്കണം. അതുപോലെ നമ്മുടെ ആ ജ്ഞാനത്തെ നമ്മൾ ആ ഒരു അഗ്നിയാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും 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 പുനശ്ചരണം ചെയ്ത് ജപിച്ച് അവിടെ അഗ്നിയെ ഉൽപ്പാദിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവിടെ കർമ്മങ്ങളെ നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റൂ, ആ കർമ്മങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ, ലയിപ്പിക്കാൻ പറ്റൂ. അപ്പോ നമ്മളെ എന്താ ഈ അഗ്നിയോട് പറയുന്ന? ഓം രം വൈശ്വാനര ജാതവേദ ഇഹ വഹ ലോഹിതാക്ഷ സർവകർമാണി സാധയ സ്വാഹ. നമ്മൾ എന്താ പറയണ? അല്ലയോ വൈശ്വാനരനായിട്ടിരിക്കുന്ന, അല്ലയോ അഗ്നി ഭഗവാനെ, ആ ജാതവേദസ്, ആ ഒരു പ്രണവമാണ് ആദ്യം ഓം എന്ന് പറയുന്നത്. രം എന്ന് പറയുന്നത് അഗ്നിബീജം. ആ ഒരു പവർഫുൾ ആയിട്ട് വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു രൂപമാണ്, എന്തിനേയും ദഹിപ്പിക്കാൻ കഴിവുള്ളത്. അഹം വൈശ്വാനരോ ഭൂത്ത്. അതായത് നമ്മള് നമ്മുടെ വയറിലോട്ട് എന്തൊക്കെയാ ഇടുന്നത്? ആ ചത്തതിനെയും കൊന്നതിനെയും പല പല കാര്യങ്ങളല്ലേ നമ്മൾ ഇടുന്ന. പല പല സമയത്ത് എല്ലാത്തിനെയും ദഹിപ്പിക്കുന്ന അത്രയും ശക്തിയുള്ള വൈശ്വാനരനായിട്ടിരിക്കുന്ന അല്ലയോ അഗ്നി, ദാഹക ശക്തി. രണ്ടാമത്തെ ആ ഒരു ജീവനെ നിലനിർത്തുന്ന ശക്തി, അതാണ് ജാതവേദസ്. ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് അറിവുള്ളത്. ജാത എന്ന് പറഞ്ഞാൽ ജനിച്ചത്, വേദ എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പൊ ജാതവേദസ് എന്ന് പറഞ്ഞാൽ ആ അഗ്നി ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണ എല്ലാ കർമ്മങ്ങളെയും, നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം അറിയുന്ന ഒരേ ഒരാളാണ് അഗ്നി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ അഗ്നി ദേവന്മാർക്ക് ഹവിസ് കൊടുക്കുന്നു. ഇഹ വഹ എന്ന് പറഞ്ഞാലോ, ഈ ഭൂമിയിൽ ഞാനിതാ ഉണർത്തുന്നു. അഗ്നി എല്ലായിടത്തും ഉണ്ട്. ആ ഉണർത്തണം, നമ്മൾ വിളിച്ചു വരുത്തണം, ഉണർത്തുന്നു. ഈ ലോഹിതാക്ഷ, ചുവന്ന കണ്ണുകളുള്ള അല്ലയോ അങ്ങേ ഞാൻ എന്താ സർവകർമാണി സാധയ, എന്റെ കർമ്മങ്ങൾ സാധിച്ചു തരൂ, എന്റെ എല്ലാ കർമ്മങ്ങളും നടത്തി തന്നാലും. അപ്പൊ അടുത്ത മന്ത്രം എന്താ? നമ്മളിപ്പോ ഈ ശ്രീവിദ്യ ഉപാസനയിലുള്ള മന്ത്രമാണ് ഞാൻ പറയണത്, നമ്മൾ ഹോമം ചെയ്യുമ്പോൾ പറയുന്നത്. ഇത് ഈ ഉത്തിഷ്ട പുരുഷ ഹരിത പിങ്കള ലോഹിതാക്ഷ സർവകർമാണി സാധയമേ ദേഹി ഭാവയ സ്വാഹ.
അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള അഗ്നി മന്ത്രമാണ് ഇത്, ഏറ്റവും ഉയർന്നത്. അതായത് നീലയും ചാരവും കലർന്ന അഗ്നിഭാവത്തെ പെട്ടെന്ന് എന്റെ അഗ്നിഭാവമായിട്ടിരിക്കുന്ന അല്ലയോ ഭഗവാന് എന്റെ ആഗ്രഹത്തെ നടത്തി തന്നാലും. അപ്പൊ അഗ്നിയുടെ നിറം നമുക്കറിയാം, ഒരു കറുപ്പ് നിറമാണ്. കണ്ണുകള് ഭഗവാന്റെ ചുവപ്പും ആ ഒരു ബ്രൗൺ കളറാണ്. കാരണം അത് സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് അഗ്നി എന്ന് പറഞ്ഞാൽ ജ്വലനം, എന്താ എന്തിനേയും അതിനെ ആകർഷിച്ച് അതിനകത്ത് ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി. അപ്പൊ അഗ്നിയോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഈ ഹോമത്തില് ഞാൻ ഉദ്ദേശിക്കുന്ന ദേവതയോട് ഞാൻ കൽപ്പിക്കുന്ന ഹവിസ്, ആ ആഹൂതികൾ കൊടുത്ത് എന്റെ ആഗ്രഹത്തെ സബലീകരിച്ചാലും. അപ്പൊ ഈ അഗ്നി നമ്മളും ദേവതയുമായിട്ടുള്ള ഒരു മീഡിയം. അപ്പോ സാധകൻ യജമാനനും അഗ്നിദാസനുമായിട്ട് അവിടെ തീരുകയാണ്. ഒരിക്കലും അങ്ങനെ അഗ്നിയെ നമുക്ക് ദാസനാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ? അടുത്തത് അഗ്നി ഭഗവാനോട് പറയാ, ചിത് പിങ്കള ഹനഹന ദഹ ദഹ പച പച സർവ ജ്ഞാപയ സ്വാഹ എന്ന് പറയുന്നുണ്ട്. അതായത് ചിതഗ്നി, ഈ ചിത് പിങ്കള എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയായിട്ടുള്ള ചിതഗ്നി. അതാണ് ചിതഗ്നി കൊണ്ട് സംഭൂത. ഹനഹന എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കൂ. ദഹ ദഹ ദഹിപ്പിക്കൂ. പച പച അതായത് ഡൈജസ്റ്റ് ചെയ്യൂ, ഇല്ലാതാക്കി ഡൈജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ആഗീരണം ചെയ്തിട്ട് അത് കൊടുക്കൂ. അപ്പോൾ അഗ്നിയിൽ ഈ സാധകൻ എന്താ ഇതെല്ലാം സമർപ്പിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മൾ എന്ത് പറഞ്ഞ ഹവനങ്ങളും നമ്മൾ അതായത് കാമ്യ കർമ്മങ്ങളാണ് ഇല്ലേ. നമുക്കൊരാഗ്രഹം ഇത് ചെയ്യാൻ, ഇത് സാധിക്കൂ, ഇത് അഗ്നിയിൽ ഹോമിക്കൂ. നമ്മൾ പറയില്ലേ ഗണപതി ഹോമം ചെയ്യൂ, വിഘ്നങ്ങൾ മാറട്ടെ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ അഗ്നിയിൽ സമർപ്പിച്ചിട്ട് ആ ദേവനെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും മറന്നു പോകണം. അതിനകത്ത് മറന്നു പോണ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിനകത്ത് നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, അത് നമ്മൾ മറന്നു. കാരണം പ്രജാപതേ ഇദം നമമ. പ്രജാപതി, അഗ്നി പ്രജാപതിയാണ്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ അഷ്ടദിക്പാലകരെല്ലാം തന്നെ പ്രജാപതികളാണ്. കാരണം കാറ്റ്, വരുണൻ, ഇതെല്ലാം പഞ്ചഭൂതങ്ങളാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജയെ സൃഷ്ടിക്കുന്നവര്. അപ്പൊ ഈ അഗ്നി മന്ത്രത്തില് ലാസ്റ്റിൽ നമ്മൾ അറിയാതെ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇദം നമമ. എന്താ പറയണേ? ഇതൊന്നും എന്റെ അല്ല എന്ന്. അപ്പൊ ഈ എന്റെ അല്ലാത്ത കാര്യങ്ങള് ഈ അഗ്നിക്ക് തന്റെ കാര്യങ്ങള് ഇദം നമമ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും എന്റേതല്ല. അപ്പൊ എനിക്ക് അവിടെ ആഗ്രഹം വെക്കാൻ എന്താ കാര്യം? നമുക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ അവിടെ? ഇദം നമമ, ഇതാണ് അഗ്നി മന്ത്രം. ഈ ഒരൊറ്റ മന്ത്രം മതി നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഉയർന്ന ഐശ്വര്യം കിട്ടാൻ. കാരണം എല്ലാത്തിനോടും നമ്മൾ ഒരാളെ തൊഴുമ്പോ ഇദം നമമ, നമസ്കാരം, ഇദം നമമ എന്നാ പറയുന്നത്. ഒന്നും എന്റേതല്ല എന്ന്. ഇത് വേറെ ആരോ ഇതിന്റെ ഓണർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ താൽക്കാലികമായിട്ട് ഒരു കസ്റ്റോഡിയൻ അല്ലേ. അപ്പൊ ഈ അഗ്നിയോട് നമ്മൾ, അഗ്നി സത്യമുള്ളതല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയണത്? ഇദം നമമ. ഇതാണ് ശരിക്കും പറഞ്ഞ അഗ്നി മന്ത്രം സമർപ്പിക്കുന്നതല്ല. അപ്പൊ എന്ത് ചെയ്യും? അഗ്നിയെ നമ്മൾ യജമാനനായിട്ട് കണ്ട് അഗ്നി സ്വീകരിച്ചിട്ട് എന്താ, അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കത്തി ചാരമാകാതെ അവിടെ തന്നെ കിടക്കും. അഗ്നിയിൽ ഇടുന്നത് ചാരമായിട്ടില്ലെങ്കിൽ എന്താ, നമ്മുടെ പ്രാർത്ഥന പൂർത്തീകരിച്ചില്ല, ഇല്ലെങ്കിൽ ആ ഹോമം സക്സസ്ഫുൾ അല്ല എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം കത്തുന്ന വിറകൊക്കെ നമ്മൾ വെക്കുന്നത്. എന്താ, പെട്ടെന്ന് കത്താൻ വേണ്ടി നെയ്യും കൂടെ ചേർക്കും അതിനകത്ത്. അപ്പൊ നമ്മൾ ഈ പച്ച സാധനങ്ങൾ, ചില ഫ്രൂട്ട്സ് ഒക്കെ ഇടാറുണ്ട്, വേറെ പല സാധനങ്ങൾ ഇതിനകത്ത് ഹോമിക്കാറുണ്ട്. ഓരോ കർമ്മങ്ങൾക്കും എന്തൊക്കെയാണോ ആഹൂതികൾ കൊടുക്കുന്നത് അതനുസരിച്ച് എള്ള് ഹോമിക്കാറുണ്ട്, ദർഭ, സമിത്ത് എന്ന് പറയും. അപ്പൊ ഏത് ഇതിനകത്ത് ഹോമിച്ചാലും എന്താ, അഗ്നി സ്വീകരിക്കണം. ആ ഒരൊറ്റ വാക്കിലെ അഗ്നി സ്വീകരിക്കുക. ഏതാ? ഇദം നമമ. ഇതാണ് അഗ്നിയുടെ മന്ത്രം. ആലോചിച്ച് എത്ര സൂക്ഷ്മമാണ് അഗ്നിയുടെ ഒരു ഇത്. എന്താണോ ഇത് നിന്റെതല്ല എന്ന് നീ അക്സെപ്റ്റ് ചെയ്യണു, അപ്പോഴേ അഗ്നി സ്വീകരിക്കുള്ളൂ. കാരണം അഗ്നി ദേവനാണ്. ആ അഗ്നി ആരുടെ നിന്നാണ് വരുന്നത്? ഈ പറഞ്ഞ വിശ്വതവും മുഖം, എല്ലായിടത്തും മുഖമായിട്ടുള്ള ആ ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ് ഈ അഗ്നി വന്നിരിക്കുന്നത്. അപ്പൊ അഗ്നിക്ക് എന്റേതായിട്ട് ആ ഒരു എന്റേതെന്നുള്ള ഭാവത്തോടു കൂടി ഒരു സാധകൻ അവിടെ ഹോമിക്കുമ്പോ അഗ്നി സ്വീകരിക്കില്ല. അത് എല്ലാ മന്ത്രത്തിലും നിങ്ങൾക്ക് കാണാം. ഹോമം വരുമ്പോ ഇദം നമമ, ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ സാധകന് കൊണ്ടുവരണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഗ്നിയെ ഇങ്ങനെ പൂജിക്കുന്നത്. അപ്പോ എന്റേതല്ല എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും വേർതിരിവില്ലാതെ, അതായത് ഒന്നിനും പച്ച ഇട്ടാലും ഉണങ്ങിയത് ഇട്ടാലും എന്തിനും ഇദം നമമ എന്ന് പറയുന്ന മന്ത്രം പറയുമ്പോൾ അഗ്നി സ്വീകരിച്ചിട്ട് എന്താ, ആ ഒരു 7 നാക്കുകളുണ്ട് അഗ്നിക്ക്. നമുക്കറിയാം ആ ഒരു ചിതാഭസ്മം നമ്മൾ ചിത എരിയുമ്പോൾ ആ ഒരു ശ്മശാനത്തിൽ എടുക്കുന്ന അഗ്നിക്ക് മാത്രം നമ്മൾ അവിടെ പൂജിക്കാറില്ല. അതിന് ക്രവ്യാഗ്നി എന്ന് പറയും. അവിടെ ആ അഗ്നി, സാധാരണ ഹോമങ്ങൾക്ക് ക്രവ്യാഗ്നിയെ ആവാഹിച്ച് മാറ്റി വെച്ചതിന് ശേഷമേ നമ്മൾ ഹോമിക്കുള്ളൂ. അവിടെ ദേവതകളെ നമുക്ക് വിളിക്കാൻ പറ്റൂ. അപ്പൊ ആ ഒരു അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന സീതയെ അഗ്നിമണ്ഡലത്തിൽ വെച്ചു. അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് ആ ഭഗവാൻ, അഗ്നി ഭഗവാന് ഇദം നമമ എന്ന് പറയുന്നത്, അതായത് ഒന്നും എന്റേതല്ലാത്ത വസ്തുക്കളെ മാത്രമേ സ്വീകരിക്കൂ. അതായത് അഹങ്കാരം പോണം.
എന്ത് അഹങ്കാരം കൊണ്ടാണോ സീതയെ അഗ്നിമണ്ഡലത്തിനകത്ത് വെക്കേണ്ടി വന്നത് രാമന്, നമുക്കറിയാം. എന്താ? തന്റെ ആഗ്രഹം, ഒരു ഡിസയർ വന്നു. ഒരു സ്വർണ്ണ, ഈ പറഞ്ഞ വളരെ നശ്വരമായിട്ടിരിക്കണം, സീതയെ പോലെ ഒരാള് പറയാൻ പാടില്ലാത്ത, കാട്ടില് താമസ വേഷം ധരിച്ചിരിക്കുന്ന തന്റെ ഭർത്താവിനോട് തനിക്ക് സ്വർണ്ണമാനിനെ പിടിച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞ ആഗ്രഹം തെറ്റാണ്. അപ്പൊ ആ തെറ്റായിട്ടുള്ള കാര്യത്തെ പ്രേരിപ്പിച്ചു രാമനെ. അപ്പൊ രാമൻ എന്ത് ചെയ്തു? ആ പറഞ്ഞ ശുദ്ധമാകാൻ, തന്റെ കാമത്തിന്റെ ആ ഉള്ളിലിരിക്കുന്ന ആഗ്രഹം, ആ ഒരു തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ, ഒരു എന്താ പറയാ, ആ ഒരു കർമ്മം പല കർമ്മങ്ങൾക്ക് ഇടയാക്കി. അപ്പൊ അതിനാണ് ഈ പറഞ്ഞ ശുദ്ധീകരിക്കാനാണ് അവിടെ തന്നെ ഈ ദേവിയെ അഗ്നിമണ്ഡലത്തിൽ ഒളിപ്പിച്ച. കാരണം അഗ്നിമണ്ഡലമാണ് ഏറ്റവും ശുദ്ധമായിട്ടിരിക്കുന്നത്. ആ അഗ്നിക്ക് 7 നാക്കുകളുണ്ട്. ഏതാണ്? ആ അഗ്നിദേവൻ ജാതവേദസാണ്, സ്വയം അറിവാണ്, സപ്തജിഹ്വ 7 നാക്കുണ്ട്, വൈശ്വാനരനാണ്, എല്ലാ മനുഷ്യരിലും അത് വിശപ്പായിട്ടിരിക്കണം, ഹവ്യവാഹനനാണ്, ദേവതയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, അശോധരനാണ്, അതായത് ബടവാഗ്നി, നമ്മുടെ പ്രളയ സമയത്ത് ബടവാഗ്നിയായിട്ട് ഈ പറഞ്ഞ പ്രപഞ്ചത്തെ മുഴുവനും തന്നിലെ കത്തിച്ച് നാശമാക്കുന്നത് ഈ പറഞ്ഞ അശോധരൻ എന്ന് പറയുന്ന അഗ്നിയുടെ ഭാവമാണ്. കൗമാര തേജസ്സാണ്, അതായത് അഗ്നി കുമാരൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യന്റെ ജനനത്തിന് കാരണമായിരിക്കുന്നവൻ അഗ്നിയാണ്. ശിവന്റെ അഗ്നി ബീജത്തിൽ നിന്നാണ് കുമാരൻ എന്ന് പറഞ്ഞ ആ സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം ദേവമുഖനാണ്, ദേവന്മാരുടെ വായാണ്. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം അഗ്നിയിലോട്ട് ഇതം നമമ സ്വാഹ എന്ന് പറഞ്ഞിടുന്നത്? ദേവന്മാരുടെ അഗ്നിയുടെ ഏറ്റവും അറ്റത്തെ നാക്ക് ദേവന്മാരുടെ വായാണ്. അതിനകത്തോട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കുക നമുക്ക്. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ദേവന്മാര് നമ്മളെ അനുഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഹോമദ്രവ്യങ്ങൾ ഇടുമ്പോ എന്താ, നമ്മൾ പറയേണ്ട ഒരേ ഒരു വാക്ക്, ഈ പ്രപഞ്ചത്തിലുള്ളത് ഒന്നും എന്റേതല്ല, ഞാനിതിൽ എന്റെ ചെറിയ കർമ്മങ്ങൾ തീർക്കാൻ ഒരിക്കലും ഈ പറഞ്ഞ, അതാ ഞാൻ പറഞ്ഞ, ഈ ഒരുപാട് അഗ്നിഹവനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതും യാഗം, യോഗം, എന്താ ഈ വലിയ വലിയ സോമയാഗം ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിനകത്തെല്ലാം മൂലമന്ത്രം എന്ന് പറയുന്നത് അഗ്നി, എന്താ, അഗ്നി യജമാനനായിട്ട് കണ്ടുകൊണ്ട് തന്റെ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കാൻ ഉള്ളത് കണ്ട കാമ്യകർമ്മങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്നി ഭഗവാനാണ് രാമന് ഈ പറഞ്ഞ ദശരഥനും പുത്രകാമേഷ്ടി നടത്തുമ്പോൾ പായസവുമായിട്ട് പൊങ്ങി വരുന്നത്. അപ്പൊ എല്ലാം അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലം, ശുദ്ധമായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഏകമായിട്ടുള്ള സ്ഥലം. അതുകൊണ്ടാണ് എന്താ അഗ്നിയുടെ 7 നാവുകൾ, ഹിരണ്യ, കനക, രക്ത, കൃഷ്ണ, സുബ്രഭ, അതിരക്ത, ബഹുരൂപ എന്നൊക്കെ പറയാൻ കാരണം. അതായത് മെനി ഫ്ലെയിംസ്, 7 നാക്കുകളോടുകൂടി അഗ്നി എന്ന് പറയാൻ 7 ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യണത്. 7 നാവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സംസാരിക്കുന്ന നാവെന്നല്ല അർത്ഥം. ഏത് തലത്തിലും ഇപ്പൊ നോക്കൂ, ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ അഗ്നി 3 തലത്തിൽ വർക്ക് ചെയ്യണം. അതുപോലെ 7 തലത്തില് നമ്മുടെ സൂക്ഷ്മ ലോകങ്ങളില് നമുക്ക് കാണുന്നതൊക്കെ സ്ഥൂല ലോകങ്ങളാണ്, ഇല്ലേ? നമ്മൾ ഈ കാണുന്ന സ്ഥൂല ലോകം നാളെ നമുക്ക് ഇല്ലാതാവാം. പക്ഷെ സൂക്ഷ്മ ലോകം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ സൂക്ഷ്മ ലോകത്തിലിരിക്കുന്ന ദേവതകളെ എടുത്തിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ അഗ്നിയാണ്. അപ്പൊ ഈ മന്ത്രം കൊണ്ടാണ് ലോകത്തിലുള്ള അഗ്നികളുമായിട്ട് നാം ബന്ധിക്കുന്നത്. ഈ 7 ചാനലിൽ കൂടെയാണ്. അതായത് സൂര്യപ്രകാശത്തിന്റെ 7 ചാനലുകൾ, നമ്മൾ പറയും വിബ്ജിയോർ എന്ന് പറയും, വയലറ്റ്, ഇൻഡിഗോ എന്ന് പറഞ്ഞ 7 കളർ. അതുപോലെ എല്ലാത്തിനും 7ആണ്, അതായത് 7 തലങ്ങളുണ്ട്. അപ്പൊ സൂക്ഷ്മ ലോകങ്ങൾ, നമ്മുടെ പ്രാണശക്തി, നമ്മുടെ ഷഡാധാര ചക്രങ്ങളിൽ എങ്ങനെയാണ് സൂര്യന്റെ 7 കളറിലൂടെ, ഇതിനൊക്കെ ഓരോ എന്താ പേരും നിറവും ഒക്കെ ഉണ്ട്. നമ്മുടെ 7 ഒരു വീണയിലെ 7 തന്ത്രികൾ പോലെ, സാരി ഗമ പാധ നീസ, ഇതെല്ലാം തന്നെ നമ്മുടെ ആ ഷഡാധാരങ്ങളെ കുറിക്കുക, നമ്മുടെ സൂക്ഷ്മ നാദത്തിന്റെ പല തലങ്ങളെയും കാണിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥൂല ശരീരത്തിലിരിക്കുന്ന സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ലോകങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ അഗ്നിയിലൂടെയാണ്. അപ്പൊ ആഹൂതികളെല്ലാം തന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ട? ബാഹ്യമായിട്ട് ചെയ്യുന്ന ഈ കർമ്മം, ഈ പറഞ്ഞ ആ ഒരു ഹോമം എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ ഹോമിക്കേണ്ടതെന്ന് നല്ലവണ്ണം മനസ്സിലാക്കണം. ഒരു ബാഹ്യമായിട്ട് അഗ്നി ജ്വലിപ്പിച്ച് സമിത്തുക്കൾ ഇല്ലെങ്കിൽ പോലും തൻ്റെ ഉള്ളിൽ ചിത്താകുന്ന അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? എന്താണ് ചിതഗ്നി? നമ്മുടെ ചിത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങളുടെ ഒരു പേടകം. അതിൽ നിന്ന് തുറന്നാണ് ഓരോ ദിവസവും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിത്തത്തില് ആ അഗ്നിയെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തൻ്റെ ശരീരബോധം, തൻ്റെ ഇതംന മമ എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ അന്ധകരണങ്ങൾ, ഈ കാണുന്നത് ഞാനും എൻ്റെതും എനിക്കുള്ളതും എന്നോട് ചേർന്നതും എല്ലാം തന്നെ ഈ ചിത്തത്തിന്റെ ഒരു കൽപ്പനയാണെന്നും ഇതെല്ലാം ഇവിടെ ഒരു അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് ആ അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്ന, ദേവതയായിട്ടിരിക്കുന്ന സാക്ഷാൽ ത്രിപുരസുന്ദരി ആവിർഭൂതയാവുമെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് എടുത്തു പറയുന്ന ചിതഗ്നി കൊണ്ട് സംഭൂത,
ദേവകാര്യ സമുദ്യുത. എന്താണ് ദേവകാര്യം? ഇന്ദ്രിയങ്ങളുടെ കാര്യം. ദേവന്മാരാരാ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്. ആ ദേവന്മാരുടെ കാര്യങ്ങൾക്കായിട്ട് ദേവി ആവിർഭൂതയാവുമ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശുദ്ധമാവുകയും നല്ല പ്രവൃത്തി മാത്രം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും കാണുന്നതെല്ലാം എന്താ? ഭദ്രം കർണേവി ശൃണുയാമദേവ. കേൾക്കുന്നത് ഭദ്രമായിരിക്കട്ടെ, ഭദ്രം കർണേ, ആ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് ശുദ്ധമായിരിക്കട്ടെ. ആ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ ആവിർഭൂതയായിരിക്കുന്ന ദേവി നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കട്ടെ. കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും എല്ലാം ശുദ്ധമാകട്ടെ. ശുദ്ധമായ ഒരു ഹൃദയത്തിൽ മാത്രമേ ദേവിക്ക് ഇരിപ്പിടമുള്ളൂ. അവിടെ ദേവിയുടെ പഞ്ചാശക്തിയിടം ഇരിക്കുള്ളൂ. അവിടെ ശിവചൈതന്യത്തെ കാണാൻ പറ്റൂ. ഒരു ജീവന്, ഒരു നരന് നാരായണനായിട്ട് മാറണമെങ്കിൽ, ഒരു ജീവന് ശിവനായിട്ട് തീരണമെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സ് വേണം. അവിടെ അഗ്നിയെ ജ്വലിപ്പിക്കണം. അഗ്നിയില് എന്താ? ഏത് വൃത്തികെട്ട കർമ്മങ്ങൾ ചെയ്താലും, ഏത് വൃത്തികെട്ട നാറ്റമുള്ള എന്ത് സാധനം കൊണ്ട് അഗ്നിയിൽ ഇട്ട് നോക്കൂ, ആ നാറ്റം കുറച്ചു നേരം തങ്ങി നിൽക്കും. അത് കഴിഞ്ഞ് അഗ്നി സ്പ്രെഡ് ചെയ്യും വായുവിലൂടെ. വായുവാണ് അഗ്നിയെ പെട്ടെന്ന് ജ്വലിപ്പിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഹനുമാൻ എന്ന് പറയുന്ന ആ ഒരു വായുപുത്രൻ അഗ്നിയെ ജ്വലിപ്പിച്ച് ആ ഒരു അഗ്നി ദൂതായിട്ട് വരുമ്പോ അവിടെ അഗ്നിക്ക് ഒരു പ്രാധാന്യം കൂടുതൽ വരുന്നുണ്ട് അല്ലെ. അതായത് രുദ്രന്റെ പുത്രനാണ് ഹനുമാൻ എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ അഗ്നി തത്വം എന്ന് നല്ലതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ പറഞ്ഞ മായാ സീതയും ഈ അഗ്നിയിൽ വെച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് യഥാർത്ഥമായിട്ട് തന്റെ പ്രവൃത്തികളെ താൻ അറിയാതെ ചെയ്തപ്പോ സീതയ്ക്ക് മോഹം വന്നു. സീത രാമനെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് രാമൻ മനസ്സുകൊണ്ട് എന്താ? ആ പരമാത്മ ചൈതന്യത്തിന് എന്തും ചെയ്യാനുള്ള കർത്തും അകർത്തും അന്യഥാകർത്തും ഈശ്വര സ്വഭാവമാണ് രാമന്. രാമൻ എന്ത് ചെയ്തു? നീ നിന്റെ കർമ്മങ്ങൾ നീ അറിയുന്നില്ല, പക്ഷെ തന്റെ ഭാര്യയായിട്ടിരിക്കണം, ആ ജീവാത്മായിട്ടിരിക്കുന്ന ആ സീതയെ വിടാനും പറ്റില്ല. അതുകൊണ്ട് എന്താ? അഗ്നിയിൽ ഒളിപ്പിച്ചു വെച്ചു. അഗ്നിയെ കാണാൻ പറ്റുന്നില്ല. ഇതം നമ, ഒന്നും എന്റേതല്ലാതിരിക്കുന്ന അഗ്നി ചൈതന്യത്തിനകത്ത് വെച്ചിട്ട് മായയ്ക്ക് അടിമപ്പെട്ടു. മായയ്ക്ക് അടിമപ്പെടുമ്പോഴാണ് ശിവൻ ജീവനായിട്ട് മാറി ആ വേണ്ടാത്ത കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോ ഇനി അടുത്ത അഗ്നി തത്വം, അവിടുന്ന് എവിടെയാണോ മനസ്സുകൊണ്ട് രാമൻ തന്റെ സീതയുടെ സത്തിനെ വച്ചത്, ആ സത്തിനെ തിരിച്ച് അഗ്നിയിലൂടെ തന്നെ അദ്ദേഹത്തിന് തിരിച്ചെടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്താ? എനിക്ക് താല്പര്യമില്ല, കർമ്മങ്ങളുടെ ഗതി ഇതാണ്, ഇത് നീ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് സീതയെ വളരെ വളരെ എന്താ പറയാ പരുഷമായിട്ടുള്ള വാക്കുകളുണ്ട് ആ ദേവിയെ ദുഃഖിപ്പിച്ചത്. അധ്യാത്മ രാമായണത്തില് മാരീചനായിട്ട് സീത ആകർഷിച്ചു, രാമനെ അകറ്റിയപ്പോ എന്താ? അഗ്നിയിൽ ഒളിപ്പിച്ചു എന്ന് പറയുന്ന തത്വം ഇത് തന്നെയാണ്. അപ്പൊ അഗ്നി തത്വം എല്ലാറ്റിനെയും ഒളിപ്പിക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. ഇതാണ് വിളക്കിന്റെ തത്വം. നമ്മൾ വിളക്ക് കത്തിക്കുന്നത്, ഹോമം, യാഗം എല്ലാം തന്നെ അഗ്നിയിലേക്ക് നമ്മൾ ഒരു ഭഗവാനെ, ഒരു ഈശ്വര ചൈതന്യത്തെ മന്ത്രത്താൽ നമ്മൾ ആവാഹിച്ചിട്ട് അതിനെ ഹോമിച്ചു കൊടുക്കുന്നു. ഇതേ കർമ്മം നമ്മുടെ ഉള്ളില് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ചിതഗ്നിയെ ജ്വലിപ്പിക്കാം. ബാഹ്യമായിട്ടൊരു ഹോമകുണ്ടമോ വിറകുകളോ സമിത്തുക്കളോ ഒന്നും വേണ്ട. നമ്മൾ മനസ്സിൽ കണ്ണടച്ചിരുന്ന ആ ശുദ്ധമായ ചിത്തത്തില് ആ ചിത്താകുന്ന അഗ്നിയെ, ജ്ഞാനമാകുന്ന അഗ്നിയെ ജ്വലിപ്പിച്ചാൽ അവിടെ നമ്മുടെ പരദേവത, ബിയോണ്ട് ആയിട്ടിരിക്കണം ഈ പറഞ്ഞ ആ നമ്മുടെ ഇന്ദ്രിയ മനസ്സുകൾക്ക് ഗോചരമല്ലാതിരിക്കുന്ന ചിന്താമണി ഗ്രഹത്തിലിരിക്കുന്ന ദേവിയെ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ നമുക്ക് ഉള്ളില് ആവിർഭവിപ്പിക്കാൻ പറ്റും. അങ്ങനെ ആവിർഭവിപ്പിക്കാൻ പറ്റൂ. എത്ര ബാഹ്യകർമ്മങ്ങൾ ചെയ്താലും അത് സിംബോളിക്കാണ്. ആ സിംബോളിസത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി ഹവനം എന്താണ്, എവിടെയാണ്? നമ്മളൊരു ഗുരുവിനെ കാണാൻ പോകുമ്പോൾ ഉണങ്ങിയ കുറച്ച് വിറകും കൊണ്ട് പോകാൻ പറഞ്ഞാൽ ഉടനെ കുറെ വിറക് കാട്ടിച്ചെന്ന് വെട്ടി അതും കൊണ്ടാണ് ഒരു ഗുരുവിന്റെ അടുത്ത് പോകുന്നത്? അല്ല, തന്റെ കർമ്മങ്ങളാകുന്ന ഉണങ്ങിയ വിറക് കഷ്ണങ്ങള്, ഉണങ്ങിയ വിറക് കഷ്ണത്തിനകത്ത് എന്താ? തീയുണ്ട്. ആ തീ നമ്മൾ ജ്വലിപ്പിക്കണം. അത് ഏതിലിട്ടാലേ കത്തുള്ളൂ? അത് ഉണങ്ങിയിരിക്കുക. കർമ്മങ്ങൾ ഒരുപാട് ജന്മങ്ങളിലെ കർമ്മങ്ങള് ഉണങ്ങി 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 ചിത്തത്തിനകത്ത് ഇരിക്കുക. അതിനെ എല്ലാം കൂടെ ഒറ്റ തീപ്പെട്ടി ഉരച്ച് കത്തിക്കണം. എന്തില്? ജ്ഞാനാഗ്നിയില്. അത് ചെയ്യുന്ന ആള് ഗുരു. ആ ഗുരുവിന്റെ അടുത്ത് ഈ കർമ്മങ്ങളാകുന്ന ഉണങ്ങിയ സമയത്തും കൊണ്ട് ചെന്നിട്ട് ശിഷ്യൻ പറയുന്നു, ഗുരുവേ ഇതാ ഇവിടെ സമർപ്പിക്കണു. ശരി, നീ കൊണ്ടുവന്ന കർമ്മങ്ങളെ ഞാൻ ദഹിപ്പിക്കാം എന്ന് ഗുരു ഏറ്റെടുക്കുന്നു. ഏത് അഗ്നി ജ്വലിപ്പിച്ചിട്ട്? തന്റെ ആ ആജ്ഞാചക്രത്തിലിരിക്കുന്ന ജ്ഞാനമാകുന്ന തീ അഗ്നിയില് നിന്റെ കർമ്മങ്ങളെ ജ്വലിപ്പിച്ചിട്ട് നിനക്ക് ഞാൻ ഫ്രീ ആക്കാം, നിനക്ക് ടോട്ടൽ ആയിട്ടിരിക്കുന്ന ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, അനുഗ്രഹത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാം എന്ന് ഗുരുപൂർണിമയ്ക്ക്. ഇതാണ് ശരിക്കും പറഞ്ഞ സംവിത്ത് എന്ന് വെച്ചാൽ ആ ഒരു സംവിത്ത് സ്വരൂപമായിട്ടിരിക്കുന്ന ഗുരുവിന്റെ അടുത്ത് സമിത്തുകൾ, അത് സമിത്ത് എന്നാണ് പറയുന്നത്. ആ പറയുന്ന തന്റെ കർമ്മങ്ങളുമായിട്ട് ചെയ്യുന്ന ശിഷ്യന് ഗുരു മന്ത്രം കൊടുക്കുന്നത് ഗുരുപൂർണിമയ്ക്ക്. ഇതാണ് അതിന്റെ തത്വം. അപ്പൊ എന്താ? ആ ഒരു വിളക്കിന്റെ തത്വം ഇതാണ്, ഹോമത്തിന്റെ തത്വം. ഇതെല്ലാം നമ്മൾ അഗ്നിയിലേക്ക് ആവാഹിച്ചിട്ടാണ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏത് ദേവതയിലും നമുക്ക് അഗ്നിയിൽ ഒളിപ്പിക്കാം. ആധ്യാത്മിക വിദ്യയുടെ ഒരു സങ്കേതമാണ് അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഗ്യാസിൽ കത്തുന്ന അഗ്നിയെ കാണരുത്. ഈ വെളി എന്താ പറയാ കുറെ വിറക് കത്തിക്കുന്ന അഗ്നിയെ കാണല്ലേ. ഏതാ അഗ്നി? നമ്മൾ ജനിക്കാൻ കാരണമായിട്ടുള്ള അഗ്നി.
നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജഠരാഗ്നി, ആ പറഞ്ഞ സ്വാധിഷ്ഠാന ചക്രത്തിലിരിക്കുന്ന കാമാഗ്നി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആജ്ഞാചക്രത്തിലിരിക്കുന്ന ആ ഒരു ജ്ഞാനാഗ്നി, ഇത് മൂന്നിനെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞെങ്കിലേ ആധ്യാത്മിക വിദ്യയുടെ ആ ഒരു കാതൽ നമുക്കറിയാൻ പറ്റൂ. അവിടെയാണ് സീതയെ രാമൻ ഒളിപ്പിച്ചു എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും കുറെ തീ കത്തിച്ച് സീതയെ എടുത്ത് അതിനകത്ത് ഇട്ടോന്ന്. അങ്ങനെയല്ല. നമ്മളെപ്പോഴും നമുക്ക് ബാഹ്യമാണല്ലോ നമ്മുടെ മനസ്സ്. അങ്ങനെയല്ല. എവിടെയാണ് ഒളിപ്പിക്കാൻ പറ്റുന്നത്? ആ ശുദ്ധമായിട്ടിരിക്കുന്ന സ്ഥലത്ത് രാമൻ സീതയെ ഒളിപ്പിച്ചു. ആ അഗ്നിയിലാണ്. അപ്പൊ മായാ സീത എന്താ? അഗ്നിയില് പ്രവേശിച്ച് ശുദ്ധയായിട്ട് ഒറിജിനൽ സീതയായിട്ട് പുറത്തു വന്നാൽ മാത്രമേ എന്താ തിരിച്ച് രാമന് സ്വീകരിക്കാൻ പറ്റൂ. ഇതാണ് ഹോമത്തിന്റെ തത്വം. സാധനയില് ആദ്യം നമ്മൾ മന്ത്രബദ്ധമായിട്ട് അഗ്നിയെ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച് മന്ത്രത്തോടു കൂടി അഗ്നി ഭഗവാനെ, 7 നാക്കുകളുള്ള ഭഗവാനെ ക്രവ്യാഗ്നിയെ മാറ്റിയിട്ട് ഈ ഹോമാഗ്നിയിൽ ആവാഹിച്ച് അതിന് ഏത് ദേവതയാണോ ഹോമിക്കുന്നത്, നമ്മൾ ഗണപതി ഹോമാണെങ്കിൽ ഗണപതി, ചണ്ഡികയാണെങ്കിൽ ചണ്ഡിക, ദുർഗാ പരമേശ്വരി ആണത്, ലളിത, വിഷ്ണു, ഏത് ദേവതയെ നമ്മൾ പരിപൂർണമായിട്ട് ശുദ്ധമായിരിക്കുന്നിടത്തെ ദേവിയെ, ആ ഭഗവാനെ, ഭഗവത് തത്വത്തെ, ഈശ്വര തത്വത്തെ നമുക്ക് ആവാഹിക്കാൻ പറ്റും. ഒരു വിഗ്രഹത്തെ ആവാഹിച്ചാൽ പോലും അശുദ്ധമാണ്. കാരണം അത് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ശുദ്ധമാകില്ല, ദ്രവ്യശുദ്ധിയില്ല. നമുക്കറിയാം പല ശുദ്ധികൾ, പഞ്ചശുദ്ധികളൊന്നും കാണില്ല. പക്ഷെ അഗ്നി പൂർണ്ണ ശുദ്ധമാണ്. അവിടെ ഒരു അശുദ്ധവുമില്ല. കാരണം സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഹ്യത്തിലെ ഏത് വസ്തുവും നല്ലതാകട്ടെ ചീത്തയാകട്ടെ അഗ്നിയിലിട്ടാൽ അത് ചാരമായിട്ട് തീരും. അപ്പൊ അഗ്നി ഭഗവാൻ സ്വാഹ എന്ന് പേരുള്ള തന്റെ ഭാര്യയിലൂടെ, തന്റെ ആ ഒരു പേര് പത്നിയിലൂടെയാണ് നമ്മൾ ഹോമത്തിന്റെ ഹവിസ് ദേവതയ്ക്ക് എത്തിക്കുന്നത്. അപ്പോ എങ്ങനെയാണോ മറ്റു ദേവതകള് നമ്മൾ സങ്കല്പത്തിൽ അഗ്നിയിലേക്ക് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ രാമൻ സീതയെ ഒളിപ്പിച്ചു എന്ന് സാരം. അതായത് ഇതം ന മമ എന്ന് മാത്രമുള്ള അഗ്നിയില് തൻ്റെതായിട്ട് ഒന്നുമില്ലാത്ത, ഒന്നും സൂക്ഷിക്കാത്ത, എന്തിനേയും അതിനോട് ചേർക്കുന്ന ആ അഗ്നിയില് ഒളിപ്പിച്ചു. എപ്പ ചോദിച്ചാലും തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര ശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ സീത എന്ത് ചെയ്തു? രാമന്റെ പരുഷ വാക്കുകൾ കേട്ടിട്ട് വേദന സഹിക്കാൻ വയ്യാതെ, എന്താ ഭർത്താവിനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഇത്രയും ദേഷ്യത്തില്. രാമനെ വളരെ ദുഃഖത്തോടു കൂടി, ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ, ഒരു സ്ത്രീക്ക് തനിച്ച് പറഞ്ഞെങ്കിൽ ശരി, ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ ആ ഒരു സ്ത്രീ, ആ ഒരു ഭാര്യ എങ്ങനെ ഇതിനെ നമുക്ക് സഹിക്കാൻ പറ്റും? ഏറ്റവും തരം താണ രീതിയിലുള്ള വാക്കെന്ന് പറയുന്ന അമ്പുകൾ അത് തറച്ച് പാവപ്പെട്ട സീത എന്ത് ചെയ്തു? ആ മനസ്സിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായിട്ട് ഒഴുകി. പിന്നെ കണ്ണുനീര് തുടച്ചിട്ട് ചോദിക്കണം, ആരും ഇല്ല സഹായത്തിന്. കാരണം രാജകുമാരിയായിട്ടിരുന്ന, രാജാവിന്റെ മകളായിട്ട് ജനിച്ചു, ഒരു രാജാവിന്റെ മരുമകളായിട്ട് വന്നു, ഇന്നൊരു ചക്രവർത്തിയുടെ ഭാര്യയായിട്ടിരിക്കണം. 3 തലത്തിലും രാജകുമാരിയായിട്ടിരിക്കുന്ന സീത ആരും അവലംബമില്ലാതെ സ്വന്തം ഭർത്താവ് ഭത്സിക്കുന്നത് കേട്ട് ചുറ്റും നിൽക്കുന്നവരാരും, രാമന്റെ കൂടെ നിൽക്കുന്ന ആരും സീതയ്ക്ക്, ആ ഹനുമാന് എന്തെങ്കിലും ചെയ്യ, രാമദാസനാണ്, പക്ഷെ വാക്ക് പറയാൻ, എന്റെ മകളെ ഇങ്ങനെ പറയരുതെന്ന് പറയാൻ അച്ഛനോ ബന്ധുക്കളോ ആരുമില്ല. ഏക ആശ്രയമായിട്ടിരിക്കുന്ന ഭർത്താവാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അങ്ങനെ എന്നിട്ട് അപ്പൊ എന്താ, സീതയ്ക്ക് ആ രാമനോടുള്ള ഭക്തി കൊണ്ട് ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് തോന്നി. അപ്പൊ ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹീനനെ പോലെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു? ഞാൻ എന്ത് ചെയ്തു അതിന്? അങ്ങ് എന്നെ എത്ര പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട്? ഞാൻ പാതിവൃത്യമുള്ള ഒരു സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിയില്ലേ? അത് അങ്ങ് വിശ്വസിക്കണം. ശങ്ക എന്ന വിഷം അങ്ങ് ത്യജിക്കണം. ശങ്ക എന്ന് പറഞ്ഞാൽ സംശയ രോഗം. സംശയമാണ് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. തനിക്ക് ആരും സഹായമില്ല, അച്ഛനമ്മമാരോ സഹോദരങ്ങളോ ഇല്ലാതെ ഭർത്താവ് മാത്രം ശരണമായിട്ട് നിൽക്കണ എന്നെ അങ്ങ് ഇങ്ങനെ പറയരുത്. അങ്ങ് ഭർത്താവ് ഇങ്ങനെ ഭത്സിച്ചാൽ ഞാനൊരു പതിവ്രത രക്തമായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യും? ആത്മാഭിമാനത്തിൽ നിന്ന് എന്താ പറയാ, ആ ഉയർന്ന ഒരു ശബ്ദം ദേവിയുടെ ആ ആത്മാവിനെ നോവിച്ചു കളഞ്ഞു. ഒരു സ്ത്രീക്ക് പാതിവൃത്യം ഇല്ല എന്ന് പറയുമ്പോ അത് അത്രയും എന്താ പറയുക, അങ്ങനെ ഇരുന്ന ഒരു സ്ത്രീക്ക് അത് സഹിക്കാൻ പറ്റില്ല. ആ വാക്കുകള് ശബ്ദം ഇടറിക്കൊണ്ടാണെങ്കിലും ആ സീത പറയുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ തിരിച്ചറിയാണ്. നമ്മളും ഇത് കണ്ടോളണം. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മാത്രമേ കാണുള്ളൂ. നമ്മുടെ ആത്മാവിന്റെ ശബ്ദം ഉയരണമെങ്കിൽ എന്താ? നല്ലതായിട്ട് ജീവിക്കണം, ധാർമ്മികമായിട്ട് ജീവിക്കണം. ഒരു സ്ത്രീക്ക് ധർമ്മം വേണം, പാതിവൃത്യം വേണം, എല്ലാം വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ നിന്ന് ആ ഭഗവതിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റൂ. അതുപോലെ സീതയ്ക്ക് ആ ഒരു ശക്തി കിട്ടി. എന്താ? അത്രയും പതിവ്രതയായിരുന്നു. ഇന്നും ഭാര്യ ഭർത്താക്കന്മാര് നമ്മൾ കലഹങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താ, ആ ഭർത്താവിന്റെ ഉയർന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭാര്യ മിണ്ടാതിരിക്കും. കാരണം എന്താ? ഭാര്യയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ട്. പക്ഷെ അങ്ങനെ അല്ല. ഈ ഇത്രയും ഫലിച്ചപ്പോ താൻ പതിവ്രതയായിട്ട് ഒരു വർഷക്കാലം രാമമന്ത്രം ജപിച്ചിട്ട് എന്നെ ഇങ്ങനെ പറയുന്നു, ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോ, ഏത് ദിക്കിൽ വേണമെങ്കിലും നീ പൊക്കോ, എനിക്ക് നിന്നെ വേണ്ടാന്ന്. ഒന്ന് ആലോചിച്ചു. ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുമ്പോ ആ ഒരു വിഷമം കൊണ്ട് സീത പറഞ്ഞു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ
അങ്ങ് പറയുന്ന പോലെ ചെയ്യാം, അങ്ങ് എന്താണ് പറയുന്നു അത് ഞാൻ ചെയ്യാം. അതായത് ആ ശങ്കാവിഷം അങ്ങയെ ബാധിച്ചു കഴിഞ്ഞു, ഇനി സർവനാശം വരുത്തുന്നതാണത്. ഒരു പാമ്പ് കടിച്ചാല് എന്താ, പാമ്പിനെ കണ്ടാല് വിഷമില്ല, പക്ഷെ കടിച്ചു കഴിഞ്ഞാല് അത് വിഷമാണ്. അത് നമ്മളെ എന്ത് ചെയ്യും? സർവനാശം വരുത്തും. ദൂരെ കണ്ട ഒരു പാമ്പ് കൊത്താതിരിക്കുമ്പോൾ നമ്മൾ ഭയം കൊണ്ട് മരിക്കും, പക്ഷെ കൊത്തിക്കഴിഞ്ഞാലോ ആ വിഷം കയറി നമ്മൾ വിഷം ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ ജീവനെ കൊണ്ടുപോകും. അതുപോലെ അങ്ങയെ ശങ്കയാകുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ വിഷം അങ്ങയുടെ ദേഹത്ത് പടർന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ ആ ഒരു അങ്ങക്ക് എന്താണോ അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ളത്, എനിക്കിവിടെ ആരുമില്ല, ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അന്ന് അങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അപ്പൊ നോക്കൂ, അവിടെ ചുറ്റും ഇരിക്കുന്ന ഒരു കുഞ്ഞ് സീതയ്ക്ക് വേണ്ടി പറയാനില്ല, അവിടെ ഇരിക്കുന്ന വാനരന്മാർക്ക് പറയാനില്ല, രാമന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ധർമ്മം രാമനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താ, ലക്ഷ്മണൻ പോലും വാ തുറക്കണില്ല. ലക്ഷ്മണനും അതുപോലെ ഒരു വിഷമിക്കുന്ന ഘട്ടം സീത ഉണ്ടാക്കി. ആരും, നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഏത് കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു സാക്ഷി ഉണ്ടല്ലേ. ആ ഒരു സാക്ഷിക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെടിയലിന് നമുക്ക് നമ്മുടെ മനസാക്ഷി, ശക്തമായിട്ടുള്ള മനസാക്ഷി ഇല്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ കർമ്മം, ആ ധർമ്മം നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പലരും പേടിച്ച് അവസാനം ആത്മഹത്യ ചെയ്യണത്. ആരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കുറെ പേര് നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ നമ്മുടെ മനസ്സിന് ബലമില്ലെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു പോകും. അതുകൊണ്ടാണ് സീസേഴ്സ് വൈഫ് ഈസ് ബിയോണ്ട് സസ്പീഷൻ എന്നൊരു വാക്കുണ്ട്, നമ്മൾ കേട്ടിട്ടില്ലേ ഇംഗ്ലീഷില്. അതായത് സീസറിന്റെ പത്നി സംശയത്തിന് അതീതയാണ്. സീസറിന്റെ ഭാര്യയ്ക്ക് തെറ്റുകുറ്റങ്ങളില്ല. അതായത് എന്താ പറയാ, ആ നമ്മളെ നാട്ടിൽ ചെന്ന് ചോദിച്ചാല് എല്ലാരും സീസറിനെ ബഹുമാനിക്കുന്നവരെല്ലാം പറയും അദ്ദേഹത്തിന്റെ ഭാര്യ നല്ലതാണ്. ഇപ്പുറത്ത് വന്ന് കുറെ പേര് ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ചേരും. അതായത് ആരും ഈ പറയുന്ന നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ഒന്നും യഥാർത്ഥ സത്യത്തിന്റെ കൂടെ നിൽക്കില്ല, അതിന്റെ കൂടെ നമ്മൾ മാത്രമേ കാണുള്ളൂ. അപ്പോ എന്താ, അതിന് ആ ഒരു ഭാര്യയ്ക്ക് തെറ്റുകൂടാതെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ രീതിയിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ആത്മശക്തി തരുള്ളൂ. അപ്പൊ നമ്മൾ അതിന് അതീതമായിട്ട് ചിന്തിക്കണം. അതായത് ശരീരതലത്തിന് അതീതമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എന്താ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം നമ്മൾ കാണണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം വരണമെങ്കിൽ ആധ്യാത്മിക സാധന വേണം. ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് അത് പഠിച്ച് സാധനയിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തിനൊക്കെയാണോ ആഗ്രഹം കൊണ്ടതെല്ലാം വെറും എന്താ പറയാ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതൊക്കെ ദേവി കാണിക്കുന്ന കുറെ മായ പ്രകടനമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യും, നമ്മുടെ എന്താ ആ ഉള്ളിലിരിക്കുന്ന ശക്തിയെ അഭയം പ്രാപിക്കും. അപ്പൊ നമുക്ക് ആത്മാവിന്റെ ശക്തി കൂടി കൂടി വന്ന് എന്തും പ്രതിഷേധിക്കാൻ, എന്തും പ്രതികരിക്കാൻ, എന്തിനും ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടാവും. മാത്രമല്ല എന്താ, നമ്മുടെ അടുത്ത് വരുന്നത് സദാ സംശയിച്ചുകൊണ്ടിരുന്നാൽ എന്താ, നമുക്ക് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാനൊരു സ്ത്രീയാണ്, ശരീര ബലം കുറഞ്ഞതാണ്, എന്താ പറയാ, എന്നെ വലിച്ചു പുഷ്പവിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോയി, ശരിയാണ്, പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് സദാ രാമനെ ജപിക്കായിരുന്നു, ഇതൊന്നും എന്റെ കുറ്റമല്ല, ദൈവശാപമാകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അശോകവനിയിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് ഹനുമാൻ അങ്കുലിയം അങ്ങ് കൊടുത്തുവിട്ടത്? സീത ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് സ്നേഹം ഇല്ലായിരുന്നോ? ഇതൊന്നും ഞാൻ ചെയ്തതല്ല, എന്റെ കുറ്റം കൊണ്ട് വന്നതല്ല. നമ്മൾ കുറെ ന്യായീകരണങ്ങൾ അവിടെ നിരത്തും. പക്ഷെ എന്താ, ഞാൻ ആ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് എന്റെ ചൂടാമണിയെ അടയാളവാക്കി തന്നു വിട്ടില്ലേ, അത് അങ്ങ് സ്വീകരിച്ചില്ലേ, എന്തിനാണ് എന്നെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തത് ചോദിക്കുക. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരിക്കാതെ ഇവിടെ വെച്ച് തന്നെ ശരീരത്യാഗം ചെയ്തേനെ. രാമ, ഞാൻ ജനകൻ, അതായത് വിദേഹന്റെ പുത്രിയായ വൈദേഹിയല്ലേ? അവിടെയാണ് അത് ചോദിക്കുന്നത്. ഞാൻ വിദേഹന്റെ പുത്രിയല്ലേ, ദേഹാഭിമാനമില്ലാതിരുന്ന ജനകന്റെ പുത്രിയല്ലേ ഞാൻ, വൈദേഹിയല്ലേ, എനിക്ക് ശരീരാഭിമാനമില്ലാന്ന് അങ്ങക്ക് അറിവുള്ളതല്ലേ? മാത്രമല്ല ഞാൻ ഭൂമി ദേവിയുടെ, സീതത്തിന്റെ പുത്രിയായിട്ട് സാക്ഷാൽ സീതാദേവിയല്ലേ? അതായത് ചെറുപ്രായത്തിൽ തന്നെ എന്നെ അങ്ങ് കല്യാണം കഴിച്ച് എന്നെ അറിയുന്നതല്ലേ? എന്താ ഭൂമിയുടെ പുത്രി എന്ന് പറയാൻ? ആ ഭൂമിയിൽ നിന്ന്, ഉഴവുചാലിൽ നിന്ന് കിട്ടി നമ്മുടെ ശരീരത്തിലിരിക്കുന്ന യോഗം ചെയ്ത് നമ്മുടെ ശരീരത്തെ യാഗഭൂമിയായിട്ട് ഉഴുതു മറിക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടണം നമുക്ക് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദേവിയെ. അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ദേവി മറഞ്ഞിരിക്കുക അവിടെ. അപ്പൊ അങ്ങനെ ആ യോഗം ചെയ്ത് ജനകന്റെ പുത്രിയായിട്ടുള്ള ആ വൈദേഹിയല്ലേ ഞാൻ, അങ്ങക്ക് അറിയില്ലേ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങയുടെ കൂടെ ഞാൻ കൈപിടിച്ച് വന്നതല്ലേ? എന്റെ വൈശിഷ്ട്യങ്ങൾ അങ്ങ് മറന്നോ? അതോ അങ്ങ് അങ്ങനെ ഭാവിക്കുകയാണോ? ആ യാഥാർത്ഥ്യത്തെ എന്താ അങ്ങ് മറന്നത്? തേങ്ങി തേങ്ങി കരഞ്ഞ് ഗദ്ഗത ഖണ്ഡയായിട്ട് സൗമിത്ര എന്താ പറയാ, ഗദ്ഗത ഖണ്ഡയായിട്ട് ചോദിക്കാണ്. ആ ലക്ഷ്മണനോടും പറയാണ്, സൗമിത്രിയായിട്ടിരിക്കുന്ന ലക്ഷ്മണനോട്, കഷ്ടം കഷ്ടം അല്ലയോ ലക്ഷ്മണ, എനിക്ക് ചാടുവാനായിട്ട് ഒരു കാര്യം ചെയ്യും, ഒരു ചിത നീ തന്നെ ഒരുക്കൂ. അതായത് ചിത എന്ന് പറഞ്ഞാൽ എന്താ, മൃതശരീരം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മൾ ചിത. ചിത കൂട്ടു എന്ന് പറഞ്ഞാൽ എന്താ,
മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ ദഹിപ്പിക്കാൻ. അപ്പൊ ദേവി എന്താ പറയണത്? ലക്ഷ്മണ, അല്ലയോ സൗമിത്രേ, എനിക്ക് ചിത കൂട്ടു. അപ്പൊ ഓൾറെഡി ഈ രാമന്റെ വാക്കുകൾ കേട്ട് ദേവി മരിച്ചു കഴിഞ്ഞു. ദേവിയുടെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എപ്പോഴാണോ രാമൻ തന്നെ ഈ രീതിയിൽ ഭത്സിച്ചപ്പോൾ എന്റെ ശരീരം എന്താ മൃതശരീരമായി. അവിടെ ഇനി മരിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്റെ ജീവൻ എന്റെ ശരീരത്തെ വിട്ടുകഴിഞ്ഞു. അതുകൊണ്ടാണ് പറയണത് ചിത ദഹിപ്പിക്കൂ. മൃതശരീരം ദഹിപ്പിക്കുന്ന ആ ഒരു അഗ്നിയാണ് നമ്മൾ ചിത എന്ന് പറയുന്നത്. അപ്പൊ രാമന്റെ വാക്കുകളാകുന്ന അഗ്നിയില് പതിവ്രതയും ശുദ്ധയുമായിട്ടുള്ള സീതയുടെ ശരീരം യഥാർത്ഥമായിട്ട് ചാടുന്നതിന് മുമ്പേ തന്നെ ദഹിച്ചു കഴിഞ്ഞു. അവിടെ ഇനി എന്താ ആ ഒരു ദുഃഖത്തില് ആ അഗ്നിയില് ആ ദേവിയുടെ ആ ഒരു സൂക്ഷ്മ ശരീരം ഇല്ലാതായി കഴിഞ്ഞു. ആ പാപങ്ങളെല്ലാം അവിടെ തീർന്നു കഴിഞ്ഞു. അപ്പൊ എന്താ മുമ്പേ മരണപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അങ്ങനെ ആവശ്യപ്രകാരം എന്താ ഈ ദേവിയുടെ ആവശ്യപ്രകാരം ലക്ഷ്മണൻ എന്താ രാമന്റെ മുഖത്ത് നോക്കി. അപ്പൊ രാമൻ എന്താ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്താ ഇതൊക്കെ നടക്കണം, നടന്നാലേ തനിക്ക് തിരിച്ച് അഗ്നിയിൽ നിന്ന് സീതയെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ മുഖഭാവം കണ്ടിട്ട് രാമന്റെ ഇംഗിതം മനസ്സിലാക്കിയ ലക്ഷ്മണൻ എന്താ ലക്ഷ്മണകുമാരൻ വലിയ ഒരു കത്തുന്ന ചിതയെ ഒരുക്കി. പണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? ഉടന്തടി ചാട്ടം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു പണ്ട്. ഭർത്താവിന്റെ ശരീരം ചിതയിൽ വെക്കുന്ന ഭാര്യ ആത്മഹത്യ ചെയ്യും. അതായത് അതിനകത്ത് ചാടി മരിക്കുക. അതിനെയാണ് സതി ആചരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്കെല്ലാം തന്നെ ആരോപണ വിധേയമാക്കി ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ചാരിത്രത്തെ സംശയിച്ചത് കൊണ്ട് സ്വന്തം ഭർത്താവ് പറഞ്ഞുകൊണ്ട് പൊതുജന മധ്യത്തില് അപമാനിതയായിട്ടുള്ള ഒരു സ്ത്രീ എന്താ ചെയ്യുന്നത്? ഒരു ചിതയെ ഒരുക്കി. അതായത് ഒരു ശവശരീരത്തെ കത്തിക്കാൻ പോവുകയാണ്. ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഇതാണ് ശരിക്കും സീതയുടെ സ്വയം ദേഹത്യാഗം. അതായത് ഞാൻ ഇനി ഈ ജീവിച്ചിരിക്കണില്ല, അങ്ങ് പറഞ്ഞില്ലെങ്കിൽ പോലും ഇനി ഈ അഗ്നിയിൽ ഞാൻ ഹോമിക്കാൻ ഒരുങ്ങുകയാണ് ദേവി. അപ്പോ നമ്മൾ പണ്ട് സീതാദേവിയുടെ ദേഹത്യാഗം കണ്ടിട്ടുണ്ടല്ലേ? സതീദേവിയുടെ രക്ഷയാഗത്തില് ആ ക്ഷണിക്കാതെ വന്ന പുത്രിയെ ഭർത്താവിന്റെ അനുമതിയില്ലാതെ വന്ന സതി അച്ഛന്റെ നിന്ദ കേട്ട് തന്റെ ഭർത്താവിനെ നിന്ദിക്കുന്നത് സഹിക്കാൻ പറ്റാതെ ആ ചെവി പൊത്തി ആ ഹവിസ് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു രുദ്രമൂർത്തി ശിവനില്ലാതെ എങ്ങനെയാണ് ഈ യാഗം പൂർത്തീകരിക്കും? ഈ യാഗത്തിന് വന്നിരിക്കുന്ന ദേവന്മാരെല്ലാം തന്നെ തെറ്റല്ലേ ചെയ്യുന്നത്? ഈ തെറ്റിന് കൂട്ടുനിന്ന് ദക്ഷന്റെ പ്രൗഢിയും അഹങ്കാരവും കൊണ്ട് അതിന് കുനിഞ്ഞു നിന്ന ദേവന്മാര് പോലും ഇതിന്റെ ശിക്ഷ അനുഭവിക്കണം. അവരാണ് ഭണ്ഡാസുര സമയത്ത് തന്റെ കൈയും കാലും ഒക്കെ വെട്ടിയിടുന്നത്. അവിടെ ദേവി വരാതിരുന്ന കാരണം എന്താ? അന്ന് സതിയുടെ ഈ ദക്ഷയാഗത്തിലിരുന്ന ദേവന്മാരാണ് അവിടെ വന്ന് ഇത്രയും കാലം തപസ് ചെയ്തിട്ടും ദേവി വരാതിരുന്നത്. അതാണ് കർമ്മങ്ങളുടെ ഗതി. അത് നമുക്ക് ലളിതാ സഹസ്രനാമം കാണുമ്പോ അറിയാം. അപ്പോ എന്താ ആ സ്വന്തമായിട്ട് ദേവി എന്താ തന്റെ ശരീരത്തിൽ നിന്ന് ഉള്ള അഗ്നി എടുത്തിട്ട് യോഗാഗ്നിയില് ജീവത്യാഗം ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഭർത്താവിന്റെ നിന്ദയെ താങ്ങാനാവാതെ സീത അഗ്നിപ്രവേശത്തിന് ഒരുങ്ങാണ്. അങ്ങനെ നിറ കണ്ണുകളോടെ ആരും സഹായിക്കാനില്ലാതെ ധർമ്മപത്നിയും രാജകുമാരിയും പതിവ്രതയുമായിട്ടുള്ള സീത തൊഴുകൈകളോടെ തന്നെ നോക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന രാമനെ വലം വയ്ക്കുകയാണ്. നോക്കൂ, അവിടെയും ആ ദേവി എന്താ ചെയ്യണം? തന്റെ ഭർത്താവ് 3 വലം വെക്കണം. എങ്ങനെയാണോ മൂന്ന് കെട്ടുകൊണ്ട് തന്റെ ആ താലിയെ കഴുത്തിൽ അണിയിച്ചു ആ ത്രിപുടി ആ 3 വലം വെക്കണം തന്റെ സ്വന്തം ആ പരമാത്മാവിന്. ആ സത്യത്തെ മനസ്സിലാക്കിയിട്ട് എന്താ അഗ്നിയെ സാക്ഷി നിർത്തിയായിരുന്നു വിവാഹം. ജനകൻ ജനിപ്പിച്ച അച്ഛൻ എന്താ ഉദരത്തിൽ ചുമന്ന അമ്മ. ഇത് രണ്ടിനെ സാക്ഷി നിർത്തി അഗ്നി എല്ലാ കാലത്തും സത്യത്തെ മാത്രം കാണിക്കുന്ന അഗ്നി. ആ അഗ്നിയെ സാക്ഷി നിർത്തി അതാണ് അച്ഛൻ അമ്മ നിന്നിട്ട് മകളെ കൈ പിടിച്ചു കൊടുക്കുന്നത്. ആ മകളെ പുരുഷന്, അതായത് ഇനി എന്റേതല്ല, ഞാൻ ഇതുവരെ വളർത്തി എന്താ പറയാ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തിയ എന്റെ കന്യകയായിരിക്കുന്ന മകളെ ഞാനിതാ നിനക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അഗ്നിയെ സാക്ഷി നിർത്തിയാണ് ദാനം ചെയ്യുന്നത്. അപ്പോ ഒരു പുരുഷന്, അതുകൊണ്ടാണ് പുരുഷൻ ഭാര്യയെ മംഗല്യ സൂചകമായിട്ട് താലി അണിയിച്ച് അയാൾ സീമന്ത രേഖയിൽ കുങ്കുമം അണിയിച്ച് സ്വീകരിക്കുന്ന ചടങ്ങ്. ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു വിളക്ക് കത്തിച്ച്, പണ്ടൊക്കെ അഗ്നി കുണ്ഡമുണ്ടായിരുന്നു, ഇന്ന് അതിന് പ്രതീകമായിട്ടാണ് നമ്മൾ വിളക്ക് കത്തിച്ചു വെക്കുന്നത്. എന്താ അപ്പൊ പറയുന്ന മന്ത്രം? മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന കാന്തേ ബദ്നാമി ശുഭഗേ ത്വം ജീവ ശരദശതം. ആ പ്രാർത്ഥന അതാണ് ശരിക്കുള്ള മന്ത്രം. എന്താണ് ഈ പ്രാർത്ഥന? മാംഗല്യം തന്തുനാനേന, ഈ മംഗളസൂത്രം അഥവാ ചരട്, ഹേതുന ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ, ഫോർ ദാറ്റ് പർപ്പസ്, മമ എന്റെ, ജീവന നീണ്ട ജീവിതകാലം, ലോങ് ലൈഫ് എന്നർത്ഥം, കാന്തേ അല്ലയോ സ്ത്രീ നിന്റെ കഴുത്തില് ഞാനിതാ കെട്ടുന്നു, ബദ്നാമി ഞാനിതാ കെട്ടുന്നു, സുഭഗേ സച്ചരിതേ അല്ലയോ നല്ലതായിട്ട് എന്താ പറയാ ജീവിച്ച അല്ലയോ സ്ത്രീ എന്ന് വിളിക്കണം, സച്ചരിതേ ത്വം നിന്റെ ജീവിതം, ശരദം 100 വർഷം നിന്റെ
ഭർത്താവിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്നിട്ട് എന്താ ചെയ്യണത്? ശതം എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങൾ നീ സന്തോഷമായിട്ട് നിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കട്ടെ. 3 കെട്ടുകളാണ് ഈ ചരടിൽ കെട്ടുന്നത്. ഇതിനാണ് നമ്മൾ ത്രിപുടി. 3 ജന്മങ്ങള്, 3 അവസ്ഥകള്, 3 കാലങ്ങള്. അതായത് ഈ 3 കാലങ്ങളിലും ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ച് എന്താ വേണ്ടത്? ധന്യമായിട്ട് ധാർമ്മികമായിട്ട് ജീവിച്ച് പുരുഷനും പ്രകൃതിയുമായി തിരിച്ചറിഞ്ഞ ജീവിത ലക്ഷ്യത്തെ അറിഞ്ഞ് അവസാനം ജീവബ്രഹ്മ ഐക്യം സംഭവിക്കട്ടെ. പരസ്പര പൂരകങ്ങളാകട്ടെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജന്മങ്ങള്. അങ്ങനെ അഗ്നിക്ക് ചുറ്റും സപ്തപതി വെച്ചിട്ട് 7 പാദങ്ങൾ ആ പുരുഷൻ സ്ത്രീയുടെ കാല് 7 പ്രാവശ്യം കാലിൽ തൊട്ട് കാലിനെ പിടിച്ച് വെക്കുന്നുണ്ട്. അത് നമുക്ക് രാമഹൃദയത്തിൽ കാണാം എന്താണ് സപ്തപതിയുടെ അർത്ഥം. ആ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തില്, അതായത് ആ ബോണ്ടിങ്, അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റ്, മ്യൂച്വൽ ലവ്, ഇതെല്ലാം ആ ഒരു ഒന്നിച്ച് ചെയ്യുക, സ്പിരിച്വൽ സ്ട്രെങ്ത്, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ബാഹ്യമായിട്ടൊന്നും അല്ല. ആ സർവ്വ ദൈവങ്ങളെ സാക്ഷി നിർത്തുക, പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു മംഗളകർമ്മം, അതായത് മംഗല്യ സൂത്രം അണിയുന്നത് ഒരു പ്രൗഢ സ്ത്രീയുടെ അഭിമാനമാണ് എപ്പോഴും മംഗല്യ സൂത്രം, ഇല്ലേ? എവിടെ പോയാലും പണ്ട് വിവാഹം കഴിച്ച സ്ത്രീകളെല്ലാം മംഗല്യ സൂത്രം ഇടും. കാമേശ ബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ദര. ദേവി ശിവനെ കല്യാണം കഴിച്ചില്ലെങ്കിലും ദേവി എന്താ ഭണ്ഡാസുര വധത്തിന് ശേഷമാണ് ശിവനെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ തന്നെ ദേവി ചിതഗിരിയിൽ നിന്ന് പൊങ്ങി വന്നപ്പോ ഈ പറഞ്ഞ മംഗല്യ സൂത്രമായിട്ടാണ് വന്നു എന്ന്. അപ്പോ എന്താ, ഈ വിവാഹമല്ല ഇത്, ദേവി നേരത്തെ തന്നെ ശിവനുമായിട്ട് സംയോഗം ചെയ്തിരിക്കുന്നവളാണ്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് ശ്രീചക്രത്തിൽ ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ആ ഈഗോയെ കൊല്ലാൻ ദേവി വന്നു. അപ്പോഴും ദേവിയുടെ ഉള്ളില് ശരീരത്തിൽ മംഗല്യസൂത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഓൾറെഡി ശിവനുമായിട്ട് യോഗം ചെയ്തു. ശിവനും ദേവിയും അഭേദ്യരല്ല, അവര് സംയോഗം ചെയ്തതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്ത്രീ പുരുഷ സംയോഗം എന്ന് തോന്നാമെങ്കിലും ഇതൊരു ഉയർന്ന ആത്മീയ യാത്രയാണ്. ഒരു സ്ത്രീയും പുരുഷനും ബാഹ്യമായിട്ട് നമ്മൾ അങ്ങനെ അവര് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഇടാപിങ്കള നാടിയിൽ സ്ത്രീ പുരുഷനായിട്ടിരിക്കുന്ന 2 ശക്തികൾ, ഒരു സൂര്യനാടിയും ഒരു ചന്ദ്രനാടിയും, ഒരു പ്രകൃതിയും ഒരു പുരുഷനും. അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള യോജിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന പരമാത്മ തത്വത്തെ അറിയാൻ പറ്റൂ. അപ്പൊ അങ്ങനെ സീത എന്താ കൈകൂപ്പിക്കൊണ്ട് തന്റെ ഭർത്താവിനെ പ്രദക്ഷിണം വെച്ച് ചിതയ്ക്ക് മുന്നിലെത്തി എല്ലാ ദേവന്മാരോട്, അഗ്നിദേവനോട്, അഷ്ടദിക് പാലകരോട് പ്രാർത്ഥിക്കുകയാണ്. സീത എന്ന ഞാന് പതിവ്രത അല്ലെങ്കിൽ ഞാൻ ഈ രാവണന്റെ എവിടെ ഇരുന്ന് എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലയോ അഗ്നിദേവ, ഒരു നിമിഷമെങ്കിലും ഞാൻ രാമനെ ചിന്തിക്കാതിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ തെളിയിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റയായി പോയി. പക്ഷെ എനിക്ക് ആത്മശക്തിയുണ്ട്, ഞാൻ പതിവ്രതയാണ്. അല്ലയോ ഭഗവാനെ, ഈ ലോകസാക്ഷിയാണ് അങ്ങ് എന്ത് ചെയ്യണം? രാമന്റെ സംശയം ദൂരീകരിച്ച് കൊടുക്കണം. അവിടുന്ന് എന്തെങ്കിലും ചെയ്ത് എന്നെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്താ, കർമ്മ വാക് ബുദ്ധികളാല് സർവസമ്മതനായിരിക്കുന്ന രാമനെ തള്ളിയവൾ എന്ന പേര് എനിക്ക് കിട്ടും. ഈ ലോകത്തിൽ ഞാൻ എന്നും ആരും എന്നെ ബഹുമാനിക്കില്ല. ഒരു സ്ത്രീ കുലത്തിന് തന്നെ ഞാൻ അപമാനിതയായിട്ട് തിരിക്കും. അതുകൊണ്ട് അല്ലയോ അഗ്നിദേവ്, എന്നെ അങ്ങ് സംരക്ഷിക്കണം. രാമന്റെ വാക്മുന സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ സുമംഗലിയായിട്ടിരിക്കണം. ഞാൻ അതായത് സ്വർണ്ണ നിറം പൂണ്ട സീത എന്നാ പറയണത്. ആ സ്വർണ്ണ നിറത്തില് തന്റെ മംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ദേവി എന്താ ആ സർവാഭരണ വിഭൂഷിതയായിട്ട് ആ തീയിലേക്ക് എടുത്തു ചാടുകയാണ്. സതീദേവിയെ പോലെ തന്നെ ആ ഒരു ദാക്ഷായണി എങ്ങനെയാണോ സ്വന്തം ശരീരത്തെ അഗ്നി കൊണ്ട് ജ്വലിപ്പിച്ച് ചാമ്പലാക്കിയത്, അതുപോലെ ഈ ദേവി എന്താ പറയണത്, അഗ്നിയിലെടുത്ത് ചാടുന്നു. ഇത് കണ്ട് ദേവകള്, സ്ത്രീജനങ്ങള്, അയ്യോ എല്ലാവരും മോഹിച്ചു പോയി. അയ്യോ 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 എന്ന് വിളിക്കുക. ഈ ദേവി ഇങ്ങനെ, ഈ രാമൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, അയ്യോ സഹിക്കാൻ വയ്യ. സ്ത്രീകളൊക്കെ കണ്ണുപൊത്തി ദേവി അമ്മയെന്നൊക്കെ അവർ ഉറച്ച് വിളിക്കുകയാണ്. അയ്യോ ഇത് എന്ത് പറ്റി എന്ന് വിളിച്ചു പോവാണ്. ആ വിലാപങ്ങൾ നടക്കുന്ന സമയത്ത് എന്താ, അഗ്നിയിൽ നിന്ന് അഗ്നി ഭഗവാൻ ദേവിയെ എടുത്ത് എങ്ങനെയാ എടുത്തു കൊണ്ടുവരണത്? ഇടുപ്പില്, കൊച്ചു കുഞ്ഞിനെ ഇടുപ്പിൽ വെച്ച് കൊണ്ടുവരുന്നവർ. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ആ ഒരു ഒക്കത്ത് വെച്ച് കൊണ്ടുവരിക എന്ന് പറയും. അതായത് അത്ര സ്നേഹത്തോടു കൂടി ഒരു മകളെ ഒരു അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എടുത്ത് സ്നേഹത്തോടെ ഇടുപ്പിൽ വെക്കണം, അതുപോലെ തന്റെ പിതൃതുല്യനായിട്ടുള്ള അഗ്നി ഭഗവാൻ, ആ ഭഗവാനെയാണ് വിളിച്ച് കരഞ്ഞത്. തന്റെ അച്ഛനില്ല, അമ്മയില്ല, ആരും എന്റെ കൂടെ ഇല്ല, അല്ലയോ ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വന്ന് എന്താ പറയാ, അഗ്നിയിൽ നിന്ന് ഭഗവാൻ ആ സീതയെ ഇടുപ്പിൽ വെച്ചുകൊണ്ട് ഉയർന്നു വരികയാണ്. അവിടെ അഷ്ടദിക് പാലകര്, ദേവന്മാര്, ഇന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ശിവൻ എല്ലാവരും അവിടെ എത്തി രാമനോട് ചോദിക്കുന്നു, തീയിൽ ചാടിയ സീത എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇനിയും മുഖം തിരിച്ചു നിൽക്കുന്നത്, എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അഗ്നിയിൽ നിന്ന് വന്ന സീതയെ ഒക്കത്തെടുത്തുകൊണ്ടുവന്ന അഗ്നി ഭഗവാൻ എവിടെ ആ ശുദ്ധമായിട്ടിരിക്കുന്ന ശരീരത്തോടുകൂടി ആ സീതാദേവിയെ അപ്പൊ അഗ്നി പറയാണ്, ഭഗവാനെ, അല്ലയോ രാമ, അവിടത്തേക്ക് അറിയില്ലേ ഞാൻ ആരാണെന്ന്? എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന പവിത്രമായിട്ടുള്ള അഗ്നി ഭഗവാനാണ് ഞാൻ. ഇതാ എന്റെ മകളെ പോലെ ഇരിക്കുന്ന സീതാദേവിയെ അങ്ങേക്കിതാ ഞാൻ സമർപ്പിക്കുകയാണ്.
അതിപ്പോ എന്നിട്ട് എന്താ ആ ധർമ്മപുത്രരോട് ചോദിക്കുന്നുണ്ട്, ധർമ്മപുത്രർ എന്താ യക്ഷനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ എന്താ നമുക്ക് എന്താണ് ഏറ്റവും ശുദ്ധം, എന്താണ് ഈ പറഞ്ഞ ഏറ്റവും ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശുദ്ധം എന്താണ്? അപ്പോ ആ ധർമ്മപുത്രർ പറയുന്നുണ്ട് അഗ്നി. ഇപ്പൊ ഭാഗവതത്തിൽ ദത്താത്രേയന്റെ 24 ഗുരുക്കന്മാരിൽ ഒരാളാണ് അഗ്നി. കാരണം ഇതിന്റെ അടുത്തേക്ക് ചെല്ലുന്നതെല്ലാം ശുദ്ധമായിട്ട് തീരും. ശുദ്ധമായിട്ടുള്ളതിനെ മാത്രമേ അതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലയോ രാമ, ഇത് അങ്ങേക്ക് അറിയില്ലേ? അതായത് എരിഞ്ഞ് ചാമ്പലാകുക എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമായി തീരുക എന്നർത്ഥം. നമ്മളിൽ നിന്ന് അത് പൊഴിഞ്ഞു പോവുക. അല്ലാതെ അവിടെ തീയിലിട്ട് കുറെ കൂട്ടിയിട്ട് കത്തിച്ച് അങ്ങനെ ചവറ് കത്തിക്കുമ്പോൾ അല്ല. നമ്മുടെ ഉള്ളിലുള്ള ചവറുകളെല്ലാം എരിഞ്ഞ് ചാമ്പലായിട്ട് തീരുക. അപ്പൊ വേദം ആരംഭിക്കുന്നത് പോലും ഈ അഗ്നിയെ എന്താ പറയാ പ്രകീർത്തിച്ചുകൊണ്ടാണ്. അഗ്നിമീളെ പുരോഹിതം എന്ന മന്ത്രം. അപ്പൊ അഗ്നി സാക്ഷിയായിട്ട്, അഗ്നി സാക്ഷി എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ലോക സാക്ഷി. അഗ്നി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, അവസാനം നമ്മൾ വന്ന് എത്തേണ്ട ആ ഒരു ഇത്, അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്, ലോകത്തിന്റെ സാക്ഷിയാണ്, ദേവന്മാരുടെ മുഖമാണ്, ഈശ്വര സ്വരൂപമാണ്. ഇങ്ങനെയുള്ള അഗ്നിയിൽ പ്രവേശനം ചെയ്താല് ആ ഒരു മിഥിലയിലെ മൈഥിലിയെ സ്വീകരിക്കാൻ രാമൻ പറ്റൂ എന്ന് പറയാൻ കാരണം എന്താ? ആ ഒരു സത്യത്തെ ലോകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് രാമൻ. അപ്പൊ രാമൻ പറയാണ്, ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള ഞാൻ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ലോകം എന്നെ കളിയാക്കും. അല്ലാതെ സീതേ, എനിക്ക് നിന്നെ അറിയാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ഒരു മൂടുപടം ഇട്ടത്. ലോകത്തിന് വിശ്വാസം വരണം, നീ സംശുദ്ധയാണ്, നീ പതിവ്രത രത്നമാണെന്ന് സീത അവൾക്ക്, അതായത് തേജസ്സിനാൽ നീ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈ 3 ഭുവനങ്ങളിലും ഉള്ളവർ എല്ലാം തന്നെ അവർക്ക് വിശ്വാസം വരണം. നമുക്ക് ഒന്നിലും വിശ്വാസമില്ല. എന്ത് പറഞ്ഞാലും പറയാം, ഓ അതൊക്കെ കള്ളായിരിക്കും. നമ്മുടെ മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. അപ്പൊ എന്റെ ഉദ്ദേശം എന്താ? ഒരു കാലത്തും രാമന്റെ കൂടി ഇരിക്കുന്ന സീത നാളെ ആളുകൾ സംശയിച്ച് പറയരുത്. ഈ ലോകത്തിന് നീ ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോ എന്താ അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള പരീക്ഷണത്തിന് വിധേയാക്കിയത്. പക്ഷെ ഇനിയും വരുന്നുണ്ട്. ഉത്തരകാണ്ഡത്തില് സീതാ പരിത്യാഗം. എന്തിനാണ് ഈ അഗ്നി എന്ന് വന്ന സീതയെ വീണ്ടും പരിത്യജിച്ചു എന്ന് ചോദിച്ചാൽ അപ്പോഴും എന്താ, ഒരു കറയില്ലാത്ത ഒരു ഭരണമാണ് തന്റെ ലക്ഷ്യമെന്ന് രാമൻ പറയണുണ്ട് അല്ലെ? അവിടെയും അതിന്റെ കാര്യകാരണങ്ങൾ നിരത്തുന്നുണ്ട്. നമുക്ക് ഉത്തരകാണ്ഡത്തില് നമുക്കതെല്ലാം കാണാം. ഒരു പ്രജാപതി എങ്ങനെയാണ് ഇനി തിരിച്ച് രണ്ടുപേരും തമ്മിലുള്ള അയോധ്യയിൽ തിരിച്ചെന്താണ് വിമാനം, അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നാളെ ഉത്തരകാണ്ഡം കൂടെ കഴിയുന്നതും ആ ഒരു രുദ്രകാണ്ഡം കൂടെ തീർക്കാൻ നോക്കും. കഴിയുന്നതും തീർക്കാം. എന്നാലേ നമുക്ക് എന്താ ലാസ്റ്റിൽ വരുന്ന രാമഹൃദയം ഇതിന്റെ എല്ലാം ഹൃദയമായിട്ടിരിക്കണം. വാൽമീകി രാമനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്ത് മാറ്റമാണോ ഒരു കാട്ടാള ജന്മത്തില് രാമനാമം വരുത്തിയത്, അതുപോലെ പ്രാകൃത ഭാവത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈശ്വരനെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തിൽ പ്രവേശിച്ച നമ്മൾ ഓരോരുത്തർക്കും ഈ കാട്ടാള ഭാവത്തിൽ നിന്ന്, കാട്ടാളം എന്ന് പറഞ്ഞാൽ അജ്ഞാനം, ആ അജ്ഞാനവും ആവരണവും വിക്ഷേപവും എങ്ങനെയാണ് നമ്മളെ യഥാർത്ഥ സത്തിൽ നിന്ന് മറച്ചിരിക്കുന്നത്, അത് ഇല്ലാതാക്കുന്നത് എന്നുള്ള ആ രാമഹൃദയത്തിൽ എത്തിച്ചേരണം. ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. മാക്സിമം നമുക്ക് തീർക്കാം. നാളെ ഒരു 10:30 മണിക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ കണ്ട് ഈ കഥയുടെ ബാക്കി, അതായത് ഈ ജംബൂകൻ ആരാണ് ബ്രാഹ്മണൻ ആരാണ് ശൂദ്രൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നമുക്ക് ഉത്തരകാണ്ഡം പോവാം. സരയൂ നദിയിലെ ഭഗവാന്റെ ജലസമാധി. എന്താണ് ജലസമാധി? ഇത് എന്താണ് നമ്മുടെ സാധനയിൽ ഇതിനുള്ള ഉദ്ദേശം? ആരാണ് രാമൻ? ഈ പറഞ്ഞ ആ വൈഷ്ണവ തേജസ് എങ്ങനെയാണ് വൈകുണ്ഠ പ്രാപ്തി ചെയ്യുന്നതൊക്കെ നാളെ കഴിയുന്നിടത്തോളം നാളെ തന്നെ തീർക്കാൻ നോക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.